വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ടോപ്പ് 5 കില്ലർ മിസ്റ്റേക്സ് ICT ട്രേഡേഴ്സ് മസ്റ്റ് അവോയ്ഡ് ആണ്. ICT ട്രേഡേഴ്സ് അറിയാതെയും അറിഞ്ഞും ചെയ്യുന്ന മേജർ 5 മിസ്റ്റേക്സുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. മുൻപും ഇതേ രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽഡും ഐ ഓപ്പണർ വീഡിയോ ആയിരിക്കും. പ്രോപ്പറായി മിസ്റ്റേക്സ് മനസ്സിലാക്കി നെക്സ്റ്റ് ടൈം സെയിം മിസ്റ്റേക്സ് ആവർത്തിക്കാതെ അതിൽ നിന്നും മനസ്സിലാക്കിയ പാഠങ്ങളുടെ ബേസിൽ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. കൂടാതെ ടെലഗ്രാം ഗ്രൂപ്പ്, ഓൺലൈൻ പെയ്ഡ് കോഴ്സ് എന്നീ എനിക്ക് താല്പര്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട്. അവർക്കുള്ള ഫൈനൽ മറുപടി കൂടി നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അങ്ങനെ നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 1 എന്ന് പറയുന്നത് മിസ് അണ്ടർസ്റ്റാൻഡിങ് ലിക്വിഡിറ്റിയാണ്. ലിക്വിഡിറ്റി പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ പോകുന്നതാണ് നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മിസ്റ്റേക്ക് നമ്പർ 1 മിസ് അണ്ടർസ്റ്റാൻഡിങ് ലിക്വിഡിറ്റി മനസ്സിലാക്കുന്നതിന് മുന്നേ ഈ കോട്ട് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇഫ് യു ഡോണ്ട് നോ വെർ ഇസ് ദ ലിക്വിഡിറ്റി ഈസ് യു ആർ ദ ലിക്വിഡിറ്റി. അതായത് നിങ്ങൾക്ക് ലിക്വിഡിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല, അതായത് എവിടെയാണ് ലിക്വിഡിറ്റി എന്ന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ യു ആർ ദ ലിക്വിഡിറ്റി, നിങ്ങളൊരു ലിക്വിഡിറ്റി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഫസ്റ്റ് മിസ്റ്റേക്ക് പഠിക്കുന്നത് എന്താണ്? മിസ് അണ്ടർസ്റ്റാൻഡിങ് ലിക്വിഡിറ്റിയാണ്. അപ്പം നമുക്ക് ലിക്വിഡിറ്റി എന്താണ് സിമ്പിളായിട്ടൊന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ലിക്വിഡിറ്റി ഈസ് വേർ സ്റ്റോപ്പ് ലോസ് റെസ്റ്റ്. ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് ICT ബിക്കോസ് സ്മാർട്ട് മണി മൂവ്സ് പ്രൈസ് ടു ക്യാപ്ചർ ഇറ്റ്. അതായത് നമ്മുടെ ഈ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ 1 വേർഡ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് 3 പാർട്ടായിട്ട് തിരിക്കാം. അതായത് ലിക്വിഡിറ്റി ഈസ് വേർ സ്റ്റോപ്പ് ലോസ് റെസ്റ്റ്. അതായത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എവിടെയാണോ മേജർ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് റെസ്റ്റായി നിൽക്കുന്നത്, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ICTയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് ആക്ച്വലി എന്ത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ബിക്കോസ് സ്മാർട്ട് മണി മൂവ് പ്രൈസ് ടു ക്യാപ്ചർ ഇറ്റ്. സ്മാർട്ട് മണീസ് എന്ത് ചെയ്യുന്നു? അത് ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പ്രൈസിനെ മൂവ് ചെയ്യിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡെഫിനിഷൻ ഞാൻ 3 പാർട്ടായിട്ട് ഞാൻ പറഞ്ഞു. ഈ 3 പാർട്ടിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ഈ ഒരു ചെറിയൊരു റെപ്രസെൻറ്റേഷനിലൂടെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു മേജർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ നടത്തുന്നു. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പുഷ് ചെയ്യുന്നു, അതിനുശേഷം പ്രൈസ് താഴേക്ക് വരുന്നു, അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രക്ചർ ബ്രേക്കോട് കൂടിയിട്ട് പ്രൈസ് അവിടെ നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എവിടെയായിരിക്കും ലിക്വിഡിറ്റി ഉള്ളത്? ഓൾമോസ്റ്റ് എന്താണ് നമ്മളുടെ ആ സ്വിംഗ് ലോയുടെ താഴെയായിരിക്കും ലിക്വിഡിറ്റി. അതായത് പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ആക്ച്വലി എന്താണ് ഇവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് വരുന്നു, പ്രൈസ് താഴേക്ക് വരുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? പ്രൈസ് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് ഒരു സ്ട്രക്ചർ ബ്രേക്ക് നടത്തുന്നു. സ്ട്രക്ചർ ബ്രേക്ക് നടത്തുന്ന സമയത്ത് എന്താണ് ഇവിടെയുള്ള ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, ന്യൂ ലിക്വിഡിറ്റി എവിടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത്? റൈറ്റ് ഹിയർ. അതായത് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്ത ആളുകൾ, ഓക്കെ, ഈ ഒരു ലോങ് ലെഗിൽ, ഓക്കെ, ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. പക്ഷെ എന്താണ് നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്വിംഗ് ലോയുടെ താഴെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഇമ്പൾസീവ് മൂവ് ആണെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു കറക്റ്റീവ് മൂവ് താഴേക്ക് വരുന്നു. ഓക്കെ, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും ഒരു പ്രൈസ് പോകുന്നത് ഇമ്പൾസീവ് കറക്റ്റീവ്. ഓക്കെ, ഇമ്പൾസീവ് വേവ് കറക്റ്റീവ് വേവ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? പ്രൈസ് ഇമ്പൾസീവ് വേവിന് ശേഷം ഒരു കറക്റ്റീവ് വേവ് സംഭവിച്ചു. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എഗെയിൻ മുകളിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് പ്രൈസ് ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് ഇവിടെ നടത്തിയ സമയത്ത് ആക്ച്വലി എന്താണ് ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് ഇതൊരു സ്വിംഗ് ലോ ആയിട്ട് കൺഫേം ആയി. അതിനുശേഷം പ്രൈസ് മുകളിൽ പോയിട്ട് എന്ത് ചെയ്തു? ഒരു കറക്റ്റീവ് മൂവ് വന്നു. അതായത് എന്താണ് ഇവിടെ ലോങ് ലെഗ് ആണെങ്കിൽ ഇവിടെ ഷോർട്ട് ലെഗ് ആണ്, ആളുകൾ ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ട്. ആ സെല്ല് ചെയ്ത ആളുകളുടെ കോമൺ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് മുകളിലായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുകയാണെങ്കിൽ എന്താണ് നമുക്ക് 2 ലിക്വിഡിറ്റി പോയിന്റ്സ്, മേജർ ലിക്വിഡിറ്റി പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. റൈറ്റ് ഹിയർ ആൻഡ് റൈറ്റ് ഹിയർ. ഇതെന്താണ്? രണ്ടും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ആണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡിറ്റീസ് എല്ലാം എന്താണ്? ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രസൻറ്റേഷനിൽ നമുക്ക് 2 ലിക്വിഡിറ്റി പോയിന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? പ്രൈസ് മുകളിലേക്ക്, അതായത് പ്രൈസ് ഈ കറക്റ്റീവ് വേവിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? കറക്റ്റീവ് വേവിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു? ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്യുന്നു? എഗെയിൻ എന്ത് ചെയ്യുന്നു? ദർ ഈസ് എ സ്ട്രക്ചർ ബ്രേക്ക്.
ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു, എഗെയിൻ സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുന്നു. നെക്സ്റ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുള്ളത് എവിടെയാണ്, റൈറ്റ് ഹിയർ, ഈ ഒരു സ്വിംഗ് ലോയുടെ താഴെ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നമ്മളുടെ മുകളിലുള്ള ലിക്വിഡിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാവുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുന്നു, ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. രണ്ടും എന്താണ്, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. പ്രൈസ് എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഒരു കറക്റ്റീവ് വേവ് വന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രൈസ് എഗെയിൻ ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുമ്പോൾ എന്താണ്, ഇവിടെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം എന്താണ്, ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടു. ഇപ്പം ന്യൂ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എവിടെയാണ്, റൈറ്റ് ഹിയർ. ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് പ്രൈസിന്റെ മൂവ് എന്ത് ചെയ്യുന്നു, എഗെയിൻ ഒരു കറക്റ്റീവ് മൂവ്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു, എഗെയിൻ ഒരു കറക്റ്റീവ് മൂവ് ഇവിടെ സംഭവിക്കുന്നു. നെക്സ്റ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്, റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി പോയിന്റ് ഉണ്ട്. അതായത് ഇവിടെയുള്ള രണ്ട് ലിക്വിഡിറ്റി പോയിന്റും എന്താണ്, ആക്ച്വലി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അതായത് ലോങ് എടുത്തിട്ടുള്ള ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിരിക്കും നമുക്ക് താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നുള്ള രീതിയിൽ. ഈ ലിക്വിഡിറ്റി എന്താണ്, ഇത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. അതായത് ഈ ഒരു ലെഗ് ഒരുപാട് ആളുകൾ ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ടാകും. സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡർ ആയിരിക്കും. ബൈ ഓർഡർ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് സ്വിംഗ് ഹൈസിന്റെ മുകളിലായിട്ടാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി പോയിന്റ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ലിക്വിഡിറ്റി പോയിന്റ്സ് എന്ന് പറയുന്നത് 3 ലിക്വിഡിറ്റി പോയിന്റ്സ് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, പ്രൈസ് മുകളിലേക്ക് ഒരു മൂവ്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു, ദർ ഈസ് എ ഇമ്പൾസീവ് മൂവ്, ദർ ഈസ് എ കറക്റ്റീവ് മൂവ്, ദർ ഈസ് ഇമ്പൾസീവ് മൂവ്. ആ ഇമ്പൾസീവ് മൂവിൽ മുകളിലെ ലിക്വിഡിറ്റി പ്രൈസ് എന്ത് ചെയ്തു, ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടു. നെക്സ്റ്റ് പ്രൈസ് ഒരു കറക്റ്റീവ് മൂവ് വന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, പ്രൈസ് ഒരു ഇമ്പൾസീവ് മൂവ് വരുന്ന സമയത്ത് ആക്ച്വലി എന്താണ്, എഗെയിൻ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, പ്രൈസ് എന്ത് ചെയ്യുന്നു, താഴേക്ക് ഒരു സ്ട്രോങ് മൂവോട് കൂടിയിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു 2 ഡബിൾ സ്ട്രക്ചർ ബ്രേക്സ് സംഭവിച്ചു. ഇങ്ങനെ 2 സ്ട്രക്ചർ ബ്രേക്ക് സംഭവിക്കുന്ന സമയത്ത് ഇവിടെ ലിക്വിഡിറ്റി ബേസിൽ എന്തെല്ലാം ലിക്വിഡിറ്റീസ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യപ്പെടും, എന്ത് ലിക്വിഡിറ്റീസ് ഫോം ചെയ്യപ്പെടും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ 2 ലിക്വിഡിറ്റീസും എന്ത് ചെയ്തു, ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടു. പകരം എന്താണ്, ന്യൂ ലിക്വിഡിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഗോട്ട് ഇറ്റ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്രൈസ് എന്ത് ചെയ്യുന്നു, there is impulsive move, there is a corrective move, there is a impulsive move. പ്രൈസ് ഇവിടെ ലിക്വിഡിറ്റി ഇവിടെയും ഉണ്ട്, ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പ്രൈസ് നെക്സ്റ്റ് ആ ഇമ്പൾസീവ് മൂവിന് ശേഷം ഒരു ലോങ് കറക്റ്റീവ് മൂവ് പ്രൈസ് താഴേക്ക് വന്നു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ലോ പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തു, ഈ ലോയും പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തു. ടേക്ക് ഔട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ബ്രേക്സുകൾ സംഭവിക്കുന്ന സമയത്ത് എന്താണ്, ആ ലോയുടെ താഴെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം പ്രൈസ് എന്ത് ചെയ്യുന്നു, ടേക്ക് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു, നേരെ മുകളിലേക്ക് പോകുന്നു. നെക്സ്റ്റ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് റൈറ്റ് ഹിയർ. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഈക്വൽ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി നിങ്ങൾ പറയൂ, ഇപ്പോഴത്തെ പ്രൈസ് ആക്ഷൻ പ്രകാരം ഇവിടെ എല്ലാമാണ് ലിക്വിഡിറ്റി ഉള്ളത്. ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാത്തതായിട്ട് ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ 2 ലിക്വിഡിറ്റി പോയിന്റ്സ് കാണാം. ഇത് രണ്ടും ഈക്വൽ ലോ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ലിക്വിഡിറ്റി പൂളായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് ലിക്വിഡിറ്റി മുകളിൽ ടേക്ക് ഔട്ട് ചെയ്യപ്പെടാനുള്ളത്, ഇവിടെയും ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യപ്പെടാനുണ്ട്, ഇവിടെയും ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യപ്പെടാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് പ്രൈസിൻ്റെ ഒരു കറക്റ്റീവ് മൂവ് താഴേക്ക്, അതായത് പ്രൈസിൻ്റെ ഒരു ഡൗൺ മൂവ് താഴേക്ക്. നെക്സ്റ്റ് ലിക്വിഡിറ്റി പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. നമ്മളുടെ ഈ ഒരു സ്വിംഗ് ലോയുടെ താഴെയായിട്ട് എന്ത് ചെയ്യുന്നു, എഗെയിൻ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് താഴേക്ക് വരുന്നു. ഇവിടെ എന്താണ്, പുതിയ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം എന്താണ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ച് നമ്മളുടെ ഇവിടെയുള്ള ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്രൈസിൻ്റെ ഒരു മൂവ് എന്ന് പറയുമ്പോൾ എന്താണ്, നെക്സ്റ്റ് പ്രൈസിൻ്റെ മൂവിൽ അഗെയിൻ നമുക്ക് താഴെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എവിടെയെല്ലാമാണ് ലിക്വിഡിറ്റി പൂൾസ് ഉള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല, ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല, ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല, ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അതുപോലെ ഈ ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല, ഈ ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അതുപോലെ ഈ ലോയും ടേക്ക് ഔട്ട് പെട്ടിട്ടില്ല. അപ്പോൾ ഈ ടേക്ക് ഔട്ട് ചെയ്യപ്പെടാത്ത ഹൈസ് ആൻഡ് ലോസിൻ്റെ മുകളിലായിട്ടെല്ലാം എന്തുണ്ട്, ലിക്വിഡിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മേജർ ലിക്വിഡിറ്റി പോയിന്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഒരു മേജർ ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ്. അതായത് എന്താണ്, നമുക്ക് 3 ഈക്വൽ ഹൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് 1 ലെഗ് ഓഫ് സെല്ലിംഗ്, 2 ലെഗ് ഓഫ് സെല്ലിംഗ്, 3 ലെഗ് ഓഫ് സെല്ലിംഗ്. ഇതെന്താണ്, ഒരു റെസിസ്റ്റൻസ് ഫോം ആയിട്ടുണ്ട്. റെസിസ്റ്റൻസിൻ്റെ മുകളിലായിട്ട് ഒരുപാട് ലിക്വിഡിറ്റീസ് ഉണ്ടാവും. നെക്സ്റ്റ് ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട്. ഓക്കെ, അതുപോലെ താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, റൈറ്റ് ഹിയർ. ഓക്കെ, അപ്പം നമ്മൾ 3 ലിക്വിഡിറ്റി പോയിന്റ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, 3 ലിക്വിഡിറ്റി പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, മുകളിലെ നമ്മളുടെ ഈ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കുക. ലിക്വിഡിറ്റി ഈസ് വേർ സ്റ്റോപ്പ് ലോസ് റെസ്റ്റ്.
ഓക്കെ, ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് റെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? നമ്മളുടെ ഈ ഒരു ഹൈയുടെ മുകളിലായിട്ട് എന്താണ് ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മുകളിലും. പക്ഷേ ഈ രണ്ട് ഹൈസ്, അതായത് ഈ ഒരു ഹൈയും കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി പൂൾ ഏതിലായിരിക്കും? നമ്മളുടെ ഈ ഒരു ഹൈയിലായിരിക്കും ലിക്വിഡിറ്റി പൂൾ ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് താഴെ നിങ്ങൾ നോക്കൂ. താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലോ പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് താഴെ എന്താണ് മേജർ ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പൂൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞതുപോലെ ലിക്വിഡിറ്റി ഈസ് വേർ സ്റ്റോപ്പ് ലോസ് റെസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ഐസിടിയുടെ ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? ബിക്കോസ് സ്മാർട്ട് മണി മൂവ് പ്രൈസ് ടു ക്യാപ്ചർ ഇറ്റ്. ഓക്കെ, എന്താണ് സ്മാർട്ട് മണീസ്, അതായത് വലിയ വലിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തിനാണ് ആക്ച്വലി ലിക്വിഡിറ്റി പോയിന്റ്സിലേക്ക് പ്രൈസിനെ കൊണ്ടുപോകുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്, ഒരു റീറ്റെയിലർ ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ ഓപ്പറേഷൻസ് ലാർജ് സ്കെയിൽസിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു 10 lakh ഷെയർസ് ബൈ ചെയ്യണമെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൗണ്ടർ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം. അതായത് 10 lakh ഷെയർസ് ബൈ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് 10 lakh ഷെയർസ് സെല്ല് ചെയ്യാൻ അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ഇവിടെയാണ് ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ബൈ ചെയ്യണമെങ്കിൽ അവർ ആദ്യം എന്താണ് ചെയ്യുക? പ്രൈസിനെ താഴേക്ക് കൊണ്ടുവരും. കാരണം സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ഉള്ളത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? ബൈയിങ് ആണ് അവരുടെ ഇൻറ്റൻറ്റ് എങ്കിൽ പ്രൈസിനെ അവർ താഴേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്താണ് ഓൾമോസ്റ്റ് എന്താണ് പ്രൈസ് ഇവിടെ ഒരു ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതായത് ഒരു ഹൈ അല്ല, ഇത് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ ടേക്ക് ഔട്ട് ചെയ്ത ലിക്വിഡിറ്റീസ് ഏതാണ്? റൈറ്റ് ഹിയർ ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടു, ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടു, അതുപോലെ തന്നെ ഈ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടു. ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ട ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്തിനാണ് ടേക്ക് ഔട്ട് ചെയ്തത്? അവർക്ക് സെൽ ഓർഡേഴ്സ് ബൈ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ്. ഓക്കെ, ഇൻ കേസ് എന്താണ് അവർ ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്ത് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, ബൈ ഓർഡേഴ്സ് ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോയി. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെയുള്ള സെൽ ഓർഡേഴ്സ് എല്ലാം ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണം? അവർക്ക് സെല്ല് ചെയ്യണം. ദാറ്റ് മീൻസ് അവരുടെ ഈ ഒരു ബൈ പൊസിഷൻ അവർക്ക് എന്ത് ചെയ്യണം? സ്ക്വയർ ഓഫ് ചെയ്യണം. അതായത് ബൈ അവർക്ക് സെല്ല് ചെയ്യണമെങ്കിലും അവിടെ കൗണ്ടർ ഓർഡേഴ്സ് വേണം. അതായത് അവർക്ക് സെല്ല് ചെയ്യണമെങ്കിൽ അവർ സെല്ല് ചെയ്യുന്ന സാധനം വാങ്ങാനായിട്ട്, അതായത് ബൈ ചെയ്യാൻ ആളുകൾ വേണം. ഓക്കെ, അപ്പോൾ അവരെവിടേക്ക് കൊണ്ടുപോകും പ്രൈസിനെ? എവിടെയാണോ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ഉള്ളത്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ഉള്ളത് ഈ ഓരോ ഹൈസിൻ്റെ മുകളിലാണ്. അവിടേക്ക് പ്രൈസിന് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്തു? ഇവിടെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇവിടെയുള്ള ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ്? താഴെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ഔട്ട് ചെയ്ത് അവർ ബൈ ഓർഡർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ബൈ ഓർഡർ അവർ സ്ക്വയർ ഓഫ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രൈസിൻ്റെ താഴേക്ക് ഒരു മൂവ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റീസ് ഉള്ളത്? മുകളിലും ലിക്വിഡിറ്റി ഉണ്ട്, താഴെയും ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ലിക്വിഡിറ്റി ഉള്ള പോയിന്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ഉള്ളത് ഈ രണ്ട് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസിലാണ്. ഇത് രണ്ടുമാണ് നമ്മളുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീൻ്റെ ഉള്ളിലുള്ള എന്ത് ലിക്വിഡിറ്റീനെയും നമ്മൾ എന്താണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ ലിക്വിഡിറ്റി കോൺസെപ്റ്റിനെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിളിൽ ഈ ഒരു പ്രൈസ് ആക്ഷനിൽ എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റി ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ എവറി ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹൈ ഉണ്ട്, 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 ഇവിടെ ഹൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ടേക്ക് ഔട്ട് ചെയ്യപ്പെടാതെ ഉള്ള ഹൈസിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹൈ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ ഈ ഒരു ഹൈ നോക്കൂ നിങ്ങൾ, അത് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് ഇതിൻ്റെ മുകളിലെ ആയിട്ട് പുതിയൊരു ഹൈ ഇവിടെ ഫോം ആയിട്ടില്ല എന്ന് പറയാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഹൈ ആണ്, പക്ഷെ എന്താണ്
ഈ ഹൈ ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇവിടെ ഒരു ഹൈ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്താണ് ഇവിടെ നമുക്ക് ഈക്വൽ ഹൈസ് കാണാം, അതും എന്താണ് ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എഗെയിൻ നെക്സ്റ്റ് ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്, അതുപോലെ തന്നെ ഹൈ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മളുടെ കോമൺ ആയിട്ട് എന്താണ് നമ്മളുടെ ആ ഒരു ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ആണ്. അതായത് 1 leg ഓഫ് സെല്ലിംഗ്, 2 leg ഓഫ് സെല്ലിംഗ്, 3 leg ഓഫ് സെല്ലിംഗ്, 4 leg ഓഫ് സെല്ലിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. ഈ നടന്ന സെല്ലിങ്സിന്റെ ഒരു കോമൺ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്ക് മുകളിലായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് ലോകളാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ലോ ഉണ്ട്, ഇവിടെ ലോ ഉണ്ട്, ഇവിടെ ലോ ഉണ്ട്, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോയുടെ താഴെ ലിക്വിഡിറ്റി ഉണ്ട്, ബിക്കോസ് ഓഫ് അതിൻ്റെ താഴെ ഒരു ലോ ഫോം ആയിട്ടില്ല. അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഇത് ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, കാരണം എന്താണ് നോക്കൂ, ഇത് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നെക്സ്റ്റ് ലോ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഇതാണ്. ഈ ലോയിൽ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യപ്പെട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ റിമെയിൻസ് ആയിട്ടുള്ളത് റൈറ്റ് ഹിയർ, അതുപോലെ റൈറ്റ് ഹിയർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് താഴെ ലോ എന്ന് പറയുന്നത് 1 leg ഓഫ് ബൈയിങ്, 2 leg ഓഫ് ബൈയിങ്, അതുപോലെ 3 leg ഓഫ് ബൈയിങ്. ഓക്കെ, ഇവിടെ നമുക്കൊരു ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് ബൈയിങ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പം ബൈയിങ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ 3 leg ഓഫ് ബൈയിങ്ങിൻ്റെ കോമൺ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു കോമൺ ലോയുടെ താഴെയായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 1 leg ഓഫ് സെല്ലിംഗ്, 2 leg ഓഫ് സെല്ലിംഗ്, 3 leg ഓഫ് സെല്ലിംഗ്, 4 leg ഓഫ് സെല്ലിംഗ്, ഇവിടെയൊക്കെ സെല്ല് ചെയ്ത ആളുകളുടെ കോമൺ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഏരിയ, കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യാം. അതിനെ നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് അഡ്രസ്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് 1 leg ഓഫ് ബൈയിങ്, 2 leg ഓഫ് ബൈയിങ്, 3 leg ഓഫ് ബൈയിങ്, 4 leg ഓഫ് ബൈയിങ്, അങ്ങനെ ലെഗ്സ് ഓഫ് ബൈയിങ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കോമൺ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ സ്റ്റോപ്പ് ഓർഡർ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ലോയുടെ താഴെയായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പറഞ്ഞ പോലെ എവരി ഹൈസ് ആൻഡ് ലോസ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, എവരി ഹൈസ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. ഈ ഒരു ഹൈ ലിക്വിഡിറ്റിയാണ്, ഈ ഒരു ലോ ലിക്വിഡിറ്റിയാണ്. ഓക്കെ, എവരി ഹൈസ് ആൻഡ് ലോസ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ് ലിക്വിഡിറ്റി പൂൾസ് ആണ്. അതായത് ഈക്വൽ ഹൈ, റിലേറ്റീവ് ഈക്വൽ ഹൈ, അതുപോലത്തെ അതായത് ഡബിൾ ടോപ്പ്, ട്രിപ്പിൾ ടോപ്പ്, ഇതൊക്കെ എന്താണ് കുറച്ചുകൂടി മോർ ലിക്വിഡിറ്റി ഉള്ളതാണ് കമ്പയർ ടു നോർമൽ ഹൈസ് ആൻഡ് ലോസ് കമ്പയർ ചെയ്യുന്നത് പോലെ. അതുപോലെ തന്നെ എന്താണ് നോർമൽ ലോ എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്, ഈക്വൽ ലോ എന്ന് പറയുന്നത് അതിനേക്കാൾ ഒരു ലിക്വിഡിറ്റി പൂളാണ്, അതുപോലെ ട്രിപ്പിൾ ബോട്ടം എന്ന് പറയുന്നത് മോർ ലിക്വിഡിറ്റി പൂളാണ്. അതുപോലെ ഒരു അക്യുമുലേഷൻ നടക്കുകയാണെങ്കിൽ എന്താണ് മുകളിലും ലിക്വിഡിറ്റി, താഴെയും ലിക്വിഡിറ്റി. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു ഹ്യൂജ് ഡ്രോപ്പിന് ശേഷം പ്രൈസ് ഒരു അക്യുമുലേഷൻ ആണ് നടന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞതുപോലെ പ്രൈസ് മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. പ്രൈസ് എന്ത് ചെയ്തു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് എല്ലാം പ്രൈസ് കളക്ട് ചെയ്തു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് കീ ലെവലുണ്ട്. ഈ ഇമ്പോർട്ടൻ്റ് കീ ലെവലിൽ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രൈസ് പോയിട്ടുള്ളത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്കാണ്. അതായത് നമ്മളുടെ കഴിഞ്ഞതിൽ പ്രൈസിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഇവിടെയായിരുന്നു. പ്രൈസ് എന്ത് ചെയ്തു മുകളിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു ഇവിടെയുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ഔട്ട് ചെയ്തു. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സെല്ല് ചെയ്യണമെങ്കിൽ അവിടെ സെല്ല് ചെയ്യാനായിട്ടുള്ള കൗണ്ടർ ഓർഡേഴ്സ് ആയിട്ടുള്ള ബൈ ഓർഡേഴ്സ് വേണം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ ബൈ ഓർഡേഴ്സ് ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. പ്രൈസിന് എന്ത് ചെയ്തു മുകളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെയുള്ള ബൈ ഓർഡേഴ്സിനെ എല്ലാം എന്തായിട്ട് കൺവേർട്ട് ചെയ്തു സെൽ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, സെൽ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇൻ കേസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഒരു മാനിപ്പുലേഷൻ നടത്തിയെങ്കിൽ ഓക്കെ അവരെന്ത് ചെയ്തു ഇവിടെ സെൽ ഓർഡേഴ്സ് എല്ലാം ടേക്ക് ഔട്ട് ചെയ്ത് അവിടെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അത് സെൽ ഓർഡേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം അവർക്ക് സ്ക്വയർ ഓഫ് ചെയ്യണം. അതായത് ഈ സെൽ പൊസിഷൻ അവർക്ക് എന്ത് ചെയ്യണം സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ അവർക്ക് അവിടെ ബൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബൈ ചെയ്യാൻ എന്ത് വേണം ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ ഓർഡേഴ്സ് വേണം. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പ്രൈസ് പോകുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഏരിയയിലായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്ന നമ്മുടെ ഫസ്റ്റ് മിസ്റ്റേക്ക് നമ്പർ 1 എന്ന് പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ലിക്വിഡിറ്റിയാണ്. പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി മനസ്സിലാക്കുക. ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷമായിരിക്കണം ആക്ച്വലി നമ്മളുടെ എൻട്രി. ഓക്കെ, ഇവിടെ നമ്മളൊരു നോർമൽ റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതൊരു റെസിസ്റ്റൻസും ഇതൊരു സപ്പോർട്ടും. ഓക്കെ അല്ലേ, നമ്മൾ റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് എന്താണ് ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു റെസിസ്റ്റൻസും ഇതെന്ന് പറയുന്ന ഒരു സപ്പോർട്ടുമായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കൂ റെസിസ്റ്റൻസിനെ പ്രൈസ് പ്രോപ്പറായിട്ട് ബ്രേക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് പേര് എന്ത് ചെയ്യും ഇവിടെ ബൈ ചെയ്യും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും ഈ ലോഡ് താഴെയായിരിക്കും, ഈ ലോഡ് താഴെയായിരിക്കും, ഈ ലോഡ് താഴെയായിരിക്കും, ഈവൻ ഇവിടെ വരെ ആയിരിക്കും.
ഓക്കെ. പക്ഷെ നമ്മളൊരു ICT ട്രേഡർ എന്താണ്, ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ അതൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും, ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലിക്വിഡിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതിലാണ് കാര്യം. ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി മനസ്സിലാക്കാനായിട്ട് ഇവിടെ നമ്മുടെ ലിക്വിഡിറ്റി മാസ്റ്റർ ക്ലാസ്, അതായത് നമ്മുടെ ICT റിവൈസ്ഡ് സീരീസിൽ തന്നെ നമ്മളുടെ ലിക്വിഡിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ മോളുടെ ഐ കാർഡിൽ വീഡിയോ കണ്ടാൽ പ്രോപ്പറായിട്ട് ലിക്വിഡിറ്റി നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 1 മിസ്അണ്ടർസ്റ്റാൻഡിങ് ലിക്വിഡിറ്റിക്ക് ശേഷം നെക്സ്റ്റ് നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 2 എന്ന് പറയുന്നത് എന്താണ്, ഇഗ്നോറിങ് ഹയർ ടൈം ഫ്രെയിം ബയാസ് ആൻഡ് സ്ട്രക്ചർ. അതായത് ഹയർ ടൈം ഫ്രെയിം ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാതെ ഒരു ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചറിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ആക്ഷൻസ് എടുക്കുന്നതാണ് നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 2 എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു കോട്ട് നിങ്ങൾ വായിച്ചു നോക്കുക, ഇഫ് യു ട്രേഡ് അഗെയിൻസ്റ്റ് ദ ഹയർ ടൈം ഫ്രെയിം യു ട്രേഡ് അഗെയിൻസ്റ്റ് ദി സ്മാർട്ട് മണി. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ മിസ്റ്റേക്ക് ഇൻ ICT ട്രേഡിംഗ് ഈസ് ഫോക്കസിങ് ഓൺലി ഓൺ ദ ലോവർ ടൈം ഫ്രെയിം സെറ്റപ്സ് ആൻഡ് ഇഗ്നോറിങ് ദ ഹയർ ടൈം ഫ്രെയിം ബയാസ് ആൻഡ് സ്ട്രക്ചർ. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എന്താണ്, ലോവർ ടൈം ഫ്രെയിമിൽ, അതായത് അനലൈസ് ചെയ്യുന്നതും ട്രേഡ് ചെയ്യുന്നതും എല്ലാം എന്താണ്, ലോവർ ടൈം ഫ്രെയിമിലാണ്. അവരെന്ത് ചെയ്യുന്നില്ല, ടൈം ഫ്രെയിംസ് അലൈൻ ചെയ്യുന്നില്ല. അതായത് എന്താണ്, നമ്മൾ മാക്രോ ലെവലിലും മൈക്രോ ലെവലിലും നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളുടെ മൈക്രോ ലെവലിലുള്ള നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് മാക്രോ ലെവലിലുള്ള നമ്മളുടെ അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന 2 ഇമ്പോർട്ടൻറ്റ് കോമ്പോണൻ്റ് ആണ്, ഒന്ന് ബയാസും അതുപോലെ തന്നെ ഒന്ന് സ്ട്രക്ചറും. Okay, അപ്പോൾ while scalping may happens only on the 1 minute or 5 minute chart, the real direction is controlled by higher time frame intention, usually visible on 1 hour, 4 hour or even daily chart. Okay. അപ്പോൾ എന്താണ്, നമ്മൾ സ്കാൽപ്പിങ്ങും കാര്യങ്ങളൊക്കെ പലരും ചെയ്യുന്നത് 1 മിനിറ്റ് 5 മിനിറ്റിലും കാര്യങ്ങളിലൊക്കെയാണ്. പക്ഷെ എന്താണ്, എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, ഒരു സ്മാർട്ട് മണി ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അവിടെ മാർക്കറ്റിൻ്റെ ഡയറക്ഷനും സ്ട്രക്ചറും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് 1 അവർ 4 അവർ ഓർ ഈവൻ ഡെയിലി ടൈം ഫ്രെയിം ആയിട്ടുള്ള ഹയർ ടൈം ഫ്രെയിംസിലാണ്. ഓക്കെ. എന്താണ്, ഒരു ഹയർ ടൈം ഫ്രെയിം നരേറ്റീവിൻ്റെ ബേസിലായിരിക്കും ആക്ച്വലി നമ്മളുടെ ലോവർ ടൈം ഫ്രെയിമിലെ എക്സിക്യൂഷൻ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ബയാസ് എന്ന് പറയുന്നത് എന്താണ്, ബയാസ് എന്ന് പറയുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിം ഡയറക്ഷണൽ ഇൻറ്റൻ്റ് ആണ്. അതായത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളുടെ നെക്സ്റ്റ് ഡയറക്ഷൻ എന്തായിരിക്കണം, either ബുള്ളിഷ് ആയിരിക്കണമോ അല്ലെങ്കിൽ ബെയറിഷ് ആയിരിക്കണോ എന്നതാണ് ആക്ച്വലി ബയാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, സ്ട്രക്ചർ എന്ന് പറയുന്നത് ദ പാറ്റേൺ ഓഫ് ഹൈസ് ആൻഡ് ലോസ് ഷോയിങ് മാർക്കറ്റ് ഫ്ലോ. അതായത് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ ഹൈസ് ആൻഡ് ലോസ് ഫോർമേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഓർഡർ ഫ്ലോ എങ്ങനെയാണ് എന്നതാണ് ആക്ച്വലി സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഈ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇഗ്നോറിങ് ഹയർ ടൈം ഫ്രെയിം ബയാസ്, അതുപോലെ തന്നെ ഇഗ്നോറിങ് മാർക്കറ്റ് സ്ട്രക്ചർ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇനി വരുന്ന സ്ലൈഡുകളിലായിട്ട് നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 2 നമ്മൾ ബ്രീഫായിട്ട് പറയാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതൊരു പ്രൈസ് ആക്ഷൻ, ഒരു ഹയർ ടൈം ഫ്രെയിം പ്രൈസ് ആക്ഷൻ ആണ്. നിങ്ങൾ ജസ്റ്റ് വിചാരിക്കുക ഇതൊരു 4 അവറിലെ ഒരു പ്രൈസ് ആക്ഷൻ ആണ്, അതിൻ്റെ ഒരു 6 സാഗ് മോഡലാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ്, ഇത് ഒരു പ്രോപ്പർ ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ഓക്കെ. അതായത് എന്താണ്, പ്രൈസ് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് സ്ട്രക്ചർ ബ്രേക്ക് നടത്തുന്നു, ദാറ്റ് മീൻസ് പ്രൈസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടത്തുന്നു, അതുപോലെ മുകളിലേക്ക് അഗെയിൻ പ്രൈസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടത്തുന്നു, പ്രൈസ് അഗെയിൻ മുകളിലേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടത്തുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ എന്താണ്, നമ്മൾ ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചർ മനസ്സിലാക്കുന്നില്ല എന്നാണ്. ഓക്കെ. സ്ട്രക്ചർ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഹൈസ് ആൻഡ് ലോസിൻ്റെ ഫോർമേഷൻ ആണ്. ഇവിടെ എന്താണ്, ഒരു ഹൈ ക്രിയേറ്റ് ആവുന്നു, ഒരു ലോ ക്രിയേറ്റ് ആവുന്നു. നെക്സ്റ്റ് ക്രിയേറ്റ് ആവുന്ന ഹൈ എന്ന് പറയുന്നത് ഒരു ഹയർ ഹൈ ആണ്. നെക്സ്റ്റ് ക്രിയേറ്റ് ആവുന്ന ലോ എന്ന് പറയുന്നത് ഒരു ഹയർ ലോ ആണ്. നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു ഹയർ ഹൈ ആണ്. ക്രിയേറ്റ് ആവുന്ന ലോ എന്ന് പറയുന്നത് ഒരു ഹയർ ലോ ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ആദ്യം പറഞ്ഞത് എന്താണ്, ഇതൊരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഹയർ ടൈം ഫ്രെയിമിൽ എന്താണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഹൈ ലോ ഹയർ ഹൈ, ഹയർ ലോ ഹയർ ഹൈ, ഹയർ ലോ എന്നുള്ള രീതിയിലാണ് പ്രൈസ് പോകുന്നതെങ്കിൽ അതൊരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് അതുപോലെ തന്നെ എന്താണ്, ഒരു ഹൈ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള രീതിയിലാണ് പോകുന്നതെങ്കിൽ അതൊരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ആണെന്ന് മനസ്സിലാക്കുക. ഹയർ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ ബുള്ളിഷ് ആണെങ്കിൽ മനസ്സിലാക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക, ഒരു ഹയർ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബുള്ളിഷ് ആണെങ്കിൽ, ഓക്കെ, ബുള്ളിഷ് ആണെങ്കിൽ അവിടെ ലോങ് ട്രേഡിന് പ്രോബബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും.
ഓക്കെ, അത് അവിടെ ലോങ് ട്രേഡ്സിന് പ്രോബബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അതിന് വിന്നിങ് റേറ്റും എന്തിനായിരിക്കും? ലോങ് ട്രേഡിനായിരിക്കും കൂടുതൽ. കാരണം പ്രിവെയിലിംഗ് ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്. ഞാൻ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. എന്ന് വെച്ച് അവിടെ ഷോർട്ട് ട്രേഡ്സിന് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല പറയുന്നത്. ഓക്കെ, ഏതൊരു മാർക്കറ്റിലും നമുക്ക് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ അവിടെ ലോങ് എൻട്രിക്ക് ആയിരിക്കും പ്രോബബിലിറ്റി വളരെ കൂടുതൽ. അതുപോലെ തന്നെ വിന്നിങ് പ്രോബബിലിറ്റിയും എന്തിനായിരിക്കും? ലോങ് ട്രേഡിനായിരിക്കും, അതായത് ബൈയിങ്ങിനായിരിക്കും. കാരണം പ്രിവെയിലിംഗ് ട്രെൻഡിൻ്റെ സപ്പോർട്ട് നമുക്ക് അവിടെ ഉണ്ട്. പ്രിവെയിലിംഗ് ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്. ഓക്കെ, പക്ഷേ എന്താണ്, ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ സെല്ല് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ പ്രോബബിലിറ്റി ഉണ്ട്. അതായത് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ, അവിടെ നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, പക്ഷേ എന്താണ്, അതിൻ്റെ വിന്നിങ് റേറ്റ് വളരെയധികം കുറവായിരിക്കും. ബിക്കോസ് ഓഫ് എന്താണ്, പ്രിവെയിലിംഗ് ട്രെൻഡിൻ്റെ സപ്പോർട്ട് അവിടെ ഇല്ല. ഞാൻ പറയുന്നതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്, ഒരു ബുള്ളിഷ് സ്ട്രക്ചറാണ്. ബുള്ളിഷ് സ്ട്രക്ചറിൽ ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മളൊരു ലോങ് എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ ട്രെൻഡിൻ്റെ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രിവെയിലിംഗ് ട്രെൻഡിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് കൂടുതൽ ഉണ്ടായത് കൊണ്ട് തന്നെ ലോങ് ട്രേഡ്സിന് അവിടെ പ്രോബബിലിറ്റി, വിന്നിങ് പ്രോബബിലിറ്റി അവിടെ കൂടുതലായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, പ്രൈസ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഹയർ ടൈം ഫ്രെയിം POI അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിലെ PDRA മിറ്റിഗേറ്റ് ചെയ്താണ് പ്രൈസ് ഇവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു, ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്കോട് കൂടി പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. പക്ഷേ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ ഒരു 4 അവർ FEGO അല്ലെങ്കിൽ 4 അവർ ഓർഡർ ബ്ലോക്കോ മിറ്റിഗേറ്റ് ചെയ്ത് പ്രൈസ് ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബയാസ് എന്തായിരിക്കും? ബെയറിഷ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസ് എപ്പോഴും ഒരു ഇമ്പൾസീവ് ലെഗ്, കറക്റ്റീവ് ലെഗ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ബുള്ളിഷിലാണെങ്കിൽ എന്താണ്, ബുള്ളിഷിലാണെങ്കിൽ പ്രൈസ് ഇമ്പൾസീവ്, കറക്റ്റീവ്, ഇമ്പൾസീവ്, കറക്റ്റീവ്. ഇതെന്താണ്, ദർ ഈസ് ഒരു പുൾ ബാക്ക് ആണ്. ഓക്കെ, കറക്റ്റീവ്, ഇമ്പൾസീവ്, കറക്റ്റീവ്, ഇമ്പൾസീവ്. നെക്സ്റ്റ് പ്രൈസ് എന്താണ്, ഒരു കറക്റ്റീവ്. ആ ഒരു രീതിയിലായിരിക്കും പ്രൈസ് പോകുന്നത്. ബെയറിഷിനാണെങ്കിൽ എന്താണ്, ഓപ്പോസിറ്റ്, വൈസ് വേഴ്സ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രക്ചർ എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്. ഗോട്ട് ഇറ്റ്. ഇവിടെ നമ്മളുടെ സ്ട്രക്ചർ എന്നാണ് ബുള്ളിഷ് ആണ്. പക്ഷെ ഇവിടെ നമ്മളുടെ ബയാസ് എന്ന് പറയുന്നത് ബെയറിഷ് ആണ്. ബിക്കോസ് ഓഫ് കാരണം എന്താണ്, ബയാസ് എന്ന് പറയുന്നത് ബെയറിഷ് ആണ്. അതായത് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചർ ബുള്ളിഷ് ആണ്. ഗോട്ട് ഇറ്റ്. നമ്മൾ പറഞ്ഞതുപോലെ സ്ട്രക്ചർ ബുള്ളിഷ് ആണ്. പക്ഷെ ഇവിടെ എൻ്റെ ബയാസ് എന്ന് പറയുന്നത് ബെയറിഷ് ആണ്. കാരണം എന്താണ്, പ്രൈസ് ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിം POI അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം കീ ലെവലിൻ്റെ മിറ്റിഗേഷൻ പ്രൈസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇമ്പൾസീവ് മൂവിന് ശേഷം പ്രൈസ് നെക്സ്റ്റ് വരുന്നത് എന്തായിരിക്കും, ഒരു കറക്റ്റീവ് മൂവ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, രണ്ട് കോൺഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ട്. എന്താണ് രണ്ട് കോൺഫ്ലുവൻസ്, ഒരു ഹയർ ടൈം ഫ്രെയിം POI പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു ഇമ്പൾസീവ് മൂവിന് ശേഷം നെക്സ്റ്റ് പ്രൈസ് കറക്റ്റീവ് മൂവ് ആവുന്നു എന്ന ഒരു ഇൻറ്റൻഷനും നമുക്കുണ്ട്. അതുകൊണ്ട് എന്താണ്, നമ്മളുടെ ബയാസ് എന്ന് പറയുന്നത് ബെയറിഷ് ആണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാവേണ്ടത്. കാരണം നമ്മൾ ബുള്ളിഷാണ്, നമ്മളുടെ സ്ട്രക്ചർ ബുള്ളിഷ് ആണെന്ന് വെച്ചിട്ട് നമ്മളുടെ ബയാസ് ബുള്ളിഷ് ആവണമെന്നില്ല. ഗോട്ട് ഇറ്റ്. നമ്മളുടെ സ്ട്രക്ചർ ബെയറിഷ് ആണെന്ന് വെച്ച് എപ്പോഴും നമ്മളുടെ ബയാസ് ബെയറിഷ് ആവണമെന്നില്ല. അതായത് ബുള്ളിഷ് സ്ട്രക്ചറിൽ നമുക്ക് എന്താണ്, ബയാസ് ബെയറിഷ് വരാം. നമ്മളുടെ ബെയറിഷ് സ്ട്രക്ചറിൽ നമുക്ക് ബുള്ളിഷ് ബയാസ് വരാം. അത് ഡിപ്പെൻഡ് അപ്പോൺ എന്താണ്, നമ്മളുടെ ഇമ്പൾസീവ് ലെഗിൻ്റെയും കറക്റ്റീവ് ലെഗിൻ്റെയും ബേസ് അനുസരിച്ചിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ നോക്കൂ, പ്രൈസ് ഒരു ഇമ്പൾസീവ് ലെഗ് പോയി കഴിഞ്ഞതിന് ശേഷം പ്രൈസ് നെക്സ്റ്റ് ഒരു മൂവ് താഴേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇനി പ്രൈസ് എന്താണ്, ഒരു കറക്റ്റീവ് മൂവ് വരാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുതലാണ്. കറക്റ്റീവ് മൂവ് വരുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ആ ടെമ്പററി ആയിട്ടുള്ള ആ ഒരു ഷോർട്ടായിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ആ ക്യാച്ച് ചെയ്യുന്നത് എന്തായിരിക്കണം, ദർ ഈസ് നമ്മളുടെ സ്വിങ് ലോ സ്വിങ് ഹൈയുടെ 50% ഡിസ്കൗണ്ടിലേക്കായിരിക്കണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മളുടെ സ്ട്രക്ചറും ബയാസും നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബെയറിഷ് മൊമെൻറ്റം നോക്കാം. ബെയറിഷ് മൊമെൻറ്റത്തിൽ നമുക്ക് എന്താണ്, പ്രോപ്പറായിട്ട് ഡ്രോ ചെയ്ത് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രോപ്പറായിട്ട് ഒരു ബെയറിഷ് സ്ട്രക്ചർ ഞാനിവിടെ വരച്ചിച്ചു. ഓക്കെ, ഇവിടെ എന്താണ്, ഞാൻ പ്രോപ്പറായിട്ടുള്ള ഒരു ബെയറിഷ് സ്ട്രക്ചർ വരച്ചു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് പ്രോപ്പറായിട്ടുള്ള ബെയറിഷ് സ്ട്രക്ചർ ആണെന്ന് നമുക്ക് ഹൈസ് ആൻഡ് ലോസ് രീതിയിൽ നോക്കാം. അതായത് ഇവിടെ എന്താണ്, ഒരു ലോ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത ലോ എന്ന് പറയുന്നത് ലോവർ ലോ ആണ്. അതിനുശേഷം നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഹൈ എന്ന് പറയുന്നത് ലോവർ ഹൈ ആണ്.
നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത ലോ എന്ന് പറയുന്നത് ലോവർ ലോ ആണ്. അതിനുശേഷം ഹൈ എന്ന് പറയുന്നത് ലോവർ ഹൈ ആണ്. അതുപോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്യുന്നു, താഴേക്ക് സ്ട്രക്ചർ ബ്രേക്ക് നടത്തുന്നു. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യുന്നു, താഴേക്ക് സ്ട്രക്ചർ ബ്രേക്ക് നടത്തുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ബെയറിഷ് ആണ്. ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ബെയറിഷ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു ബെയറിഷ് സ്ട്രക്ചറിൽ നമുക്ക് സെൽ എൻട്രിക്ക് ആയിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഓക്കെ, അതായത് സെൽ എൻട്രിക്ക് ഇവിടെ വിന്നിങ് പ്രോബബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും. കാരണം എന്താണ്, നമ്മളുടെ പ്രിവെയിലിംഗ് ട്രെൻഡിൻ്റെ സപ്പോർട്ട് ഇവിടെ ഉണ്ട്. പ്രിവെയിലിംഗ് ട്രെൻഡ് എന്ന് പറയുന്നത് ബെയറിഷ് ആണ്. അതുകൊണ്ട് സെൽ എൻട്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ വിന്നിങ് പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്, ദാറ്റ് മീൻസ് അവിടെ പ്രിവെയിലിംഗ് ട്രെൻഡിൻ്റെ സപ്പോർട്ട് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ എന്താണ്, ഇമ്പൾസീവ് കറക്റ്റീവ് മൂവ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൗൺ മൂവ് ആണ് നമ്മളുടെ ഇമ്പൾസീവ് മൂവ്. കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് പ്രൈസിൻ്റെ ആ ഒരു മുകളിലേക്കുള്ള മൂവ്. ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്, കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, പ്രൈസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PDRA മിറ്റിഗേറ്റ് ചെയ്താണ് പ്രൈസ് ഇവിടെ നിൽക്കുന്നത് എങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഇമ്പൾസീവ് ലെഗ് ഇവിടെ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇമ്പൾസീവ് മൂവിന് ശേഷം ഇനി പ്രൈസ് എന്താണ്, ഇത് മിറ്റിഗേറ്റ് ചെയ്തൊരു കറക്റ്റീവ് മൂവിനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി നമുക്ക് വേണമെങ്കിൽ എന്താണ് ഇവിടെ നിന്ന് ബൈ എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ബെയറിഷ് ആണെങ്കിലും നമ്മളുടെ ബയാസ് ഇവിടെ എന്താകുന്നു, ബുള്ളിഷ് ആകുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പ്രോപ്പറായിട്ട് ഹയർ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ മനസ്സിലാക്കിയിരിക്കണം. അതിന് സ്ട്രക്ചർ മനസ്സിലാക്കാൻ നിങ്ങൾ വെറുതെ 5 മിനിറ്റ് 15 മിനിറ്റ് അതൊന്നും അല്ല ഇടേണ്ടത്. നിങ്ങളെന്താണ് ഒരു 1 അവർ 4 അവർ എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിൽ ഈ ടൈം ഫ്രെയിമിലായിരിക്കണം നിങ്ങൾ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇൻ കേസ് നിങ്ങളൊരു സ്വിംഗ് ട്രേഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്ട്രക്ചർ വരേണ്ടത് 1 ഡേ ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ 1 അവറിലോ അല്ലെങ്കിൽ 4 അവറിലോ, ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് 4 അവറാണ്. 4 അവറിലോ 1 അവറിലോ നിങ്ങൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. ഓക്കെ, 4 അവറിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ബുള്ളിഷാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ബൈ എൻട്രിക്കുള്ള പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. അതിൻ്റെ വിന്നിങ് ചാൻസും ബൈക്കായിരിക്കും. കാരണം പ്രിവെയിലിംഗ് ട്രെൻഡിൻ്റെ സപ്പോർട്ടുണ്ട്. ഇനി പ്രൈസിൻ്റെ സ്ട്രക്ചർ ബെയറിഷ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, അവിടെ സെൽ എൻട്രിക്കുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതിനായിരിക്കും വിന്നിങ് പ്രോബബിലിറ്റി കൂടുതൽ. ഓക്കെ, എന്ന് വെച്ച് അവിടെ നമുക്ക് ഓപ്പോസിറ്റ് കൗണ്ടർ ട്രേഡ് എടുക്കരുത് എന്നല്ല. പക്ഷെ എപ്പോഴും എന്താണ്, കൗണ്ടർ ട്രേഡ് എപ്പോഴും ഒരു ടെമ്പററി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ടെമ്പററി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. സ്കാൽപ്പിങ്ങിനായിട്ട് നമുക്ക് കൗണ്ടർ ട്രേഡ് എടുക്കാം. പക്ഷെ നമ്മളുടെ മേജർ ട്രെൻഡ് എന്ന് പറയുന്നത് ട്രെൻഡിനനുസരിച്ചായിരിക്കണം നമ്മളുടെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ബയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ബയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ മനസ്സിലാക്കുക ഇമ്പൾസീവ് ആൻഡ് കറക്റ്റീവ് ലെഗ് ഫോർമാറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഇമ്പൾസീവ് ലെഗ് ഏതെങ്കിലും ഒരു PDRA മിറ്റിഗേറ്റ് ചെയ്തുകൊണ്ട് റിവേഴ്സ് ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ്, ആ ഇമ്പൾസീവ് ലെഗിന് ശേഷം നെക്സ്റ്റ് ഒരു കറക്റ്റീവ് ലെഗ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. കറക്റ്റീവ് ലെഗിനനുസരിച്ചായിരിക്കണം നമ്മളുടെ കൗണ്ടർ ട്രേഡ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരു കാര്യവും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ വെറുതെ നമ്മളുടെ ഇൻറ്റൻഷൻ അനുസരിച്ചിട്ട് ട്രേഡ് എടുക്കുക എന്നുള്ളതല്ല. അപ്പം നമ്മളിവിടെ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ മനസ്സിലാക്കുക. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ മനസ്സിലാക്കുക. സ്ട്രക്ചർ എന്തായിരിക്കാം, ബുള്ളിഷ് ആണോ അതോ ബെയറിഷ് ആണോ, അല്ലെങ്കിൽ ചില സമയത്ത് സൈഡ് വൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക. സ്ട്രക്ചറിൽ നമ്മൾ എന്താണ്, ബയാസ് മനസ്സിലാക്കുക മീൻസ് എന്താണ്, പ്രൈസ് ഇമ്പൾസീവ് ലെഗിലാണോ അതോ പ്രൈസ് കറക്റ്റീവ് ലെഗിലാണോ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDRA മിറ്റിഗേഷൻ നടന്നാണോ നിൽക്കുന്നത് എന്നെല്ലാം ബേസ് ചെയ്തിട്ട് എന്താണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബയാസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇനി നിങ്ങൾക്ക് എന്താണ് സ്ട്രക്ചറിൻ്റെയും ബയാസിനെയും കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ഐക്കാർഡിലായിട്ട് നമ്മൾ സ്ട്രക്ചറിൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ബയാസിൻ്റെ വീഡിയോയും നമ്മളിവിടെ കൊടുത്തിരിക്കും. അത് കണ്ടാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ 2 മിസ്റ്റേക്കുകൾ പഠിച്ചു. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ലിക്വിഡിറ്റി. അതുപോലെ നമ്മളുടെ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇഗ്നോറിങ് ഹയർ ടൈം ഫ്രെയിം ബയാസ് ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, നെക്സ്റ്റ് നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 3 എന്ന് പറയുന്നത് എന്താണ്, ട്രേഡിംഗ് വിത്തൗട്ട് ഡിസ്പ്ലേസ്മെന്റ് കൺഫർമേഷൻ. ഓക്കെ, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മളിവിടെ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ലിക്വിഡിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തു. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ എന്താണ്, ബയാസ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇതൊക്കെ എന്താണ്, നമ്മളുടെ ഒരു ഹയർ ടൈം ഫ്രെയിം നരേറ്റീവാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്തതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യണം, എൻട്രി എടുക്കണം. എൻട്രി എടുക്കാനായിട്ട് നമുക്ക് എന്ത് വേണം, ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് വേണം.
ഓക്കെ, എന്ത് വേണം? ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ എന്താണ് ബയാസ് ഐഡൻറ്റിഫൈ ചെയ്തു, അതായത് നമ്മളുടെ ഡയറക്ഷൻ നമ്മൾ മനസ്സിലാക്കി, അതുപോലെ നമ്മളെ സ്ട്രക്ചർ, നമ്മളുടെ പ്രിവെയിലിംഗ് ട്രെൻഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതുപോലെ നമ്മുടെ ലിക്വിഡിറ്റി, പ്രോപ്പർ ആയിട്ടുള്ള ലിക്വിഡിറ്റി, അതായത് എവരി ഹൈസ് ആൻഡ് ലോസ് ലിക്വിഡിറ്റി ആണെന്ന് പറഞ്ഞു, പക്ഷേ ലിക്വിഡിറ്റി പൂൾസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ പൂൾസ് ആണ് ആക്ച്വലി സ്മാർട്ട് മണീസ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ആ പൂൾസ് സ്മാർട്ട് മണി ടാർഗറ്റ് ചെയ്തോ അല്ലെങ്കിൽ ചെയ്തില്ലേ എന്ന് നമുക്ക് എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 3 എന്ന് പറയുന്നത്, ആളുകളെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നതിന് മുന്നേ കയറി ട്രേഡ് എടുക്കും. അതുകൊണ്ട് ട്രേഡിംഗ് വിത്തൗട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കൺഫോർമേഷൻ ആണ്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളുടെ കോട്ട് എന്ന് പറയുന്നത് നോ ഡിസ്പ്ലേസ്മെൻറ്റ് ദർ ഈസ് നോ ട്രേഡ് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ICT ട്രേഡേഴ്സ് മേക്ക് ഈസ് എൻറ്ററിങ് എ ട്രേഡ് റൈറ്റ് ആഫ്റ്റർ എ ലിക്വിഡിറ്റി സ്വീപ്പ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ എ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് എന്താണ്, നമ്മൾ ലിക്വിഡിറ്റി പോയിന്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തും ആ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, അതിനുശേഷം പ്രൈസിൻ്റെ റിവേഴ്സലിന് തന്നെ എന്ത് ചെയ്യുന്നു, ആളുകൾ അതൊരു മാനിപ്പുലേഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു കൺഫർമേഷനും ഇല്ലാതെ അങ്ങ് എൻട്രി എടുക്കും. അതാണ് ആക്ച്വലി വലിയൊരു തെറ്റ്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ദിസ് ഓഫ്റ്റൺ ലീഡ്സ് ടു ലോസ് ബിക്കോസ് നോട്ട് ഓൾ സ്വീപ്സ് മീൻസ് എ റിവേഴ്സൽ. അതായത് നമ്മളിവിടെ എന്താണ് ഒരു ലിക്വിഡിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, ദാറ്റ് മീൻസ് എന്താണ് ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു. ബിക്കോസ് ഓഫ് എന്താണ് പ്രൈസ് 1 ടാപ്പ് കിട്ടി, ഇതുപോലെ ഒരു മൂവ് വന്നിട്ടുണ്ട്, പ്രൈസ് എന്ത് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് തന്ന് പ്രൈസ് എന്ത് ചെയ്തു, ഒന്ന് റിവേഴ്സ് ആയി എന്ന് വെച്ച് നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, എൻട്രി എടുക്കേണ്ടതായിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും, അതൊരു കൺഫോർമേഷൻ ഇല്ലാതെ അതൊരു ലിക്വിഡിറ്റി സ്വീപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എൻട്രി എടുക്കും, മുകളിൽ നെക്സ്റ്റ് ഡ്രോ ഓൺ ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഓക്കെ, സം ആർ ജസ്റ്റ് കണ്ടിന്യൂഷൻ ഓർ ലിക്വിഡിറ്റി ഗ്രാബ് വിത്ത് നോ റിയൽ സ്മാർട്ട് മണി ഷിഫ്റ്റ് ബിഹൈൻഡ് ദം. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സഡൻ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്. ഓക്കെ, അതാണ് ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് പോയിന്റ്. അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെയുള്ള ആ ഒരു സ്ട്രോങ് ബെയറിഷ് മർബോസു ക്യാൻഡിൽസോട് കൂടിയിട്ടുള്ള ഒരു ഫോർമേഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ചില ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, നമ്മളുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നതിന് മുന്നേ ഡിസ്പ്ലേസ്മെൻറ്റ് തരും. ഇതെന്താണ് ആക്ച്വലി ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ആണോ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, പക്ഷേ സ്മാർട്ട് മണി ഫുഡ് പ്രിൻ്റ് അല്ല. സ്മാർട്ട് മണി ഫുഡ് പ്രിൻ്റ് എന്ന് പറയുന്നതാണ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തൊരു മാനിപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻലി പഠിക്കേണ്ട കാര്യമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി എന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാൻ എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ദാറ്റ് ദ പ്രൈസ് മൂവ് അഗ്രസീവ്ലി ഇൻ ദ ഡയറക്ഷൻ. അതായത് പ്രൈസിൻ്റെ ഒരു അഗ്രസീവ് മൂവിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ബ്രേക്കിംഗ് സ്ട്രക്ചർ, ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ടാവണം, അതുപോലെ തന്നെ അവിടെ ഒരു ഇംബാലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതാണ് ആക്ച്വലി ഒരു സ്മാർട്ട് മണിയുടെ ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ അതിനോട് കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കേണ്ടതാണ് ഇറ്റ് യൂഷ്വലി ഹാപ്പൻസ് ആഫ്റ്റർ എ ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് മണി പ്രസൻസ് നമ്മൾ മനസ്സിലാക്കലാണ്. പക്ഷേ എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റ്സും എന്താണ്, നമ്മളുടെ സ്മാർട്ട് മണി ഇൻറ്റൻ്റ് അല്ല. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം, അതായത് ഇറ്റ് യൂഷ്വലി ഹാപ്പൻസ് ആഫ്റ്റർ എ ലിക്വിഡിറ്റി സ്വീപ്പ് ആൻഡ് ഷോ എ സ്ട്രോങ് ഷിഫ്റ്റ് ഇൻ ദ ഓർഡർ ഫ്ലോ. അതായത് സ്ട്രക്ചർ ബ്രേക്സ് നടന്നതിന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്, ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ ഓഫ്റ്റൻ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിൽ എന്തായിരിക്കും, ബ്രേക്ക് ഓഫ് പ്രീവിയസ് മാർക്കറ്റ് സ്ട്രക്ചർ, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നടന്നിരിക്കും. അതുപോലെ ലീവ്ഡ് ബിഹൈൻഡ് എ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയിരിക്കും. അതുപോലെ ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ക്യാരക്ടർ, അതായത് ക്യാൻഡിലിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ലാർജ് ആൻഡ് ഇമ്പൾസീവ് ക്യാൻഡിൽസ് ആയിരിക്കും. അതുപോലെ ദിസ് മൂവ് സെപ്പറേറ്റ് ഫേക്ക് റിവേഴ്സൽ ഫ്രം റിയൽ സ്മാർട്ട് മണി ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് സ്ലൈഡുകളിലായിട്ട് അതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മുകളിലൊരു ലിക്വിഡിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലെ ലിക്വിഡിറ്റിയെ നമ്മൾ പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമുക്കതിനെ BSL എന്ന് ഐഡൻറ്റിഫൈ ചെയ്താം. BSL. ഓക്കെ, മുകളിലും ലിക്വിഡിറ്റി, താഴെയും ലിക്വിഡിറ്റി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ബിക്കോസ് ഓഫ് ഇത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയാൻ കാരണം എന്താണ്, ഇവിടെ ഈക്വൽ ഹൈ വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, ഇവിടെ ഈക്വൽ ഹൈ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലിക്വിഡിറ്റി പോയിന്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ അവിടെ എന്താണ്, ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്യും, താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടാകും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലിക്വിഡിറ്റി അനുസരിച്ചിരിക്കും. ഓക്കെ, ഇത് ലിക്വിഡിറ്റി പൂൾ ആയതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, ഒന്നെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് പ്രൈസ് എന്ത് ചെയ്യും, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് താഴേക്ക് വരും. ഓക്കെ, അതായത് ഇവിടെയുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട്
ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരും. ഇതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താവാം, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് എന്ത് ചെയ്യാം, മുകളിലേക്ക് കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലും പോകാം. ഓക്കെ, അപ്പം എന്താണ്, നമ്മളൊരു ലിക്വിഡിറ്റി പോയിന്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയോ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയോ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രണ്ട് റിയാക്ഷൻസ് സംഭവിക്കും. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് റിവേഴ്സ് ആകും, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് എന്താകും, കണ്ടിന്യൂഷൻ ആകും. ഓക്കെ, അപ്പം എന്താണ്, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് കാര്യത്തിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്, ലിക്വിഡിറ്റി റൺ ആണ്. അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് പ്രൈസ് റിവേഴ്സ് ആകുന്നു. ഇവിടെ എന്താണ്, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് കണ്ടിന്യൂഷനിൽ പോകുന്നു. ഓക്കെ, ഇവിടെ കണ്ടിന്യൂഷനിലേക്ക് പോകാനുള്ള കാരണം എന്തായിരിക്കാം, പ്രിവെയിലിംഗ് ട്രെൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലിക്വിഡിറ്റി സ്വീപ്പ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പ്രോപ്പർ ഡിസ്പ്ലേസ്മെന്റ്, എന്താണ് ലാക്ക് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്നത് എന്താണ്, ലാക്ക് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, എന്താണ് ഈ ലാക്ക് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് എന്താണ്, ഒരു ലിക്വിഡിറ്റി പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ്, ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ലോ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു, നമ്മളൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡന്റിഫൈ ചെയ്തു. ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു പ്രൈസ്. നോക്കൂ നിങ്ങൾ, ഈ ഒരു ക്യാൻഡിലോട് കൂടിയിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ടേക്ക് ഔട്ട് ചെയ്തു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, മുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, പോകുന്നുണ്ട്. ഇതെന്താണ്, പ്രോപ്പറായിട്ടൊരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റൻറ്റ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണ്, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് മൂവ് ഇവിടെ കാണുന്നില്ല. അതാണ് നമ്മളിവിടെ ലാക്ക് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് ഇതുപോലെ പ്രൈസ് ഒരു അക്യുമുലേഷൻ നടത്തുന്നു. ഓക്കെ, നമ്മളെന്ത് ചെയ്തു, അക്യുമുലേഷൻ ലോ നമ്മളൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നു. പ്രൈസ് എന്ത് ചെയ്യുന്നു, ലിക്വിഡിറ്റി നമ്മളുടെ ഈ ഒരു ബെയറിഷ് ക്യാൻഡിലോട് കൂടിയിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. എന്നിട്ട് പ്രൈസ് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്, അതായത് നമ്മളുടെ ഓർഡർ ഫ്ലോയുടെ ഷിഫ്റ്റ്, അതായത് പ്രൈസ് എന്ത് ചെയ്യുന്നു, സ്ട്രക്ചർ ബ്രേക്കിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ആയിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഇത് പ്രോപ്പർ ആയിട്ടുള്ളൊരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. പക്ഷേ എന്താണ്, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ വേണ്ടി പറ്റില്ല. ബിക്കോസ് ഓഫ് എന്താണ്, ഞാൻ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ്, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ പോലെ ഡിസ്പ്ലേസ്മെൻറ്റിന് എന്തെല്ലാം വേണം, ലിക്വിഡിറ്റി സ്വീപ്പ് വേണം. ഇവിടെ എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ട്. ഓക്കെ, അതുപോലെ എന്താണ്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രോങ് ഇമ്പൾസീവ് ക്യാൻഡിൽസ് വേണം. ഓക്കെ, അവിടെ ഇമ്പൾസീവ് ക്യാൻഡിൽസ് ഇല്ല. അതുപോലെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം, അതും ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു പ്രോപ്പർ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇതും നോർമൽ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് മാത്രമാണ്. ഓക്കെ, അപ്പം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മളിവിടെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് നമ്മളൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. ഓക്കെ, ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീനെ ഈ ഒരു ക്യാൻഡിലോട് കൂടിയിട്ട് പ്രൈസ് എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. അപ്പം നമ്മളുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. അതെന്താണ്, വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്തു, പ്രൈസ് ഇവിടെ ഒരു പുൾ ബാക്ക് ഹൈനെ പ്രൈസ് കട്ട് ചെയ്ത് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ബ്രേക്കും തന്നു. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ഇമ്പൾസീവ് ക്യാൻഡിൽസിൻ്റെ ഒരു ഫോർമേഷൻ വന്നു. അതായത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത അപ്പം തന്നെ പ്രൈസ് എന്ത് ചെയ്തു, മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്തു, ഒരു ഇമ്പൾസീവ് ക്യാൻഡിലോട് കൂടി വന്നു. ഓക്കെ, അപ്പം എന്താണ്, നമുക്ക് ഇമ്പൾസീവ് മൂവ് ക്യാൻഡിൽസ് വന്നു. ആ ഇമ്പൾസീവ് മൂവ് ക്യാൻഡിൽസിൽ നമുക്ക് എന്താണ്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഇവിടെ ക്രിയേറ്റ് ആയതുകൊണ്ട് നമ്മൾ പറയുകയാണ് ഇതൊരു പ്രോപ്പർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? അപ്പം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലിക്വിഡിറ്റീസ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. അതായത് നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ടേക്ക് ഔട്ട് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുന്നു. ഈ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുന്ന സ്ഥലത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് സംഭവിക്കാം, അല്ലെങ്കിൽ റൺ ഓൺ ലിക്വിഡിറ്റി സംഭവിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പിൻ്റെ ബേസിലാണ്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് ഓപ്പോസിറ്റ് ഒരു ഇമ്പൾസീവ് മൂവോട് കൂടിയിട്ട് പ്രൈസ് ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം ദാറ്റ് ഈസ് എ പ്യുവർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതുപോലെ തന്നെ ഇറ്റ്സ് എ ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് പോയിന്റ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ബെയറിഷ് സെനാരിയോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾക്ക് പ്രോപ്പറായിട്ട് നമ്മളിവിടെ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അഡ്രസ്സ് ചെയ്തു. ഈ ക്യാൻഡിലോട് കൂടി പ്രൈസ് എന്ത് ചെയ്തു, ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പ്രൈസ് സ്വീപ്പ് ചെയ്തു. ആ സ്വീപ്പ് ചെയ്ത
സ്പോട്ടിൽ അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സ്ട്രോങ് ഇമ്പൾസീവ് മൂവ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വിത്ത് സ്ട്രക്ചർ ഷിഫ്റ്റോട് കൂടി നമുക്ക് എന്താണ് ഒരു ഇംബാലൻസ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആക്ച്വലി ഇതൊരു ബെയറിഷ് പ്രോപ്പർ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൺഫോർമേഷൻ നമുക്ക് വേണം. അതായത് എല്ലാ ലിക്വിഡിറ്റി സ്വീപ്പും നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് പോയിന്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിനു ശേഷം ഇമ്പൾസീവ് മൂവ് ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നതാണ് ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ വന്ന ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിലാണ് നമുക്ക് ഓർഡർ ബ്ലോക്കും ഫെയർ വാല്യൂ ഗ്യാപ്സും ക്രിയേറ്റ് ആവുന്നത്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് ആപ്പറ്റൈറ്റിന് പറ്റിയ PDR ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ എൻട്രി എടുക്കലാണ് ആക്ച്വലി പ്രോപ്പറായിട്ടുള്ള ഒരു ICT രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് തിയറീനെ കുറിച്ച് ഇത്രയേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് തിയറീനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇവിടെ മുകളിലായിട്ട് കാർഡിൽ ഡിസ്പ്ലേസ്മെൻറ്റ് തിയറി എന്നിട്ടുള്ള വീഡിയോ വരും. അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ ഞാനിപ്പോൾ പറഞ്ഞതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതനുസരിച്ച് പ്രോപ്പർ ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാനും പറ്റും എന്നതാണ്. അങ്ങനെ നമ്മൾ ഇതുവരെ 3 മിസ്റ്റേക്സ് നമ്മൾ പഠിച്ചു. ഫസ്റ്റ് മിസ്റ്റേക്ക് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ലിക്വിഡിറ്റിയാണ്. രണ്ടാമത്തെ നമ്മളുടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇഗ്നോറിങ് ഹയർ ടൈം ഫ്രെയിം സ്ട്രക്ചർ ആൻഡ് ബയാസ്. മൂന്നാമത്തെ നമ്മളുടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, ട്രേഡിംഗ് വിത്തൗട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കൺഫോർമേഷൻ. 3 നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 4 എന്ന് പറയുന്നത് എന്താണ്, പുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് PDRA. നമ്മളുടെ പ്രീമിയം ഡിസ്കൗണ്ട് എറേസിനെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തത് നമ്മളുടെ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും പറയുന്ന പോലെ PDRAs ആർ നോട്ട് സിഗ്നൽസ്, ദർ ആർ കോൺടെക്സ്റ്റുകളാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ എന്താണ്, many ICT traders fall into the trap of memorizing PDRAs like order blocks, fair value gaps, breakers and rebalances, but don't truly understand their context, how they relate to smart money's delivery cycle. ഓക്കെ, അപ്പം നമ്മൾ ഇതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ PDRA നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എന്നിരുന്നാലും നമ്മളൊന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് മാത്രം. PDRAs are the tool used to understand how price delivery from one ലിക്വിഡിറ്റി പൂൾ ടു അനദർ. അതായത് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് എപ്പോഴും ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റിയാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്രൈസ് ഒരു എക്സ്റ്റേണൽ റേഞ്ച്, 2 എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം പ്രൈസ് ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വരും. അതിനുശേഷം അഗൈൻ പ്രൈസ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകും. പിന്നെയും പ്രൈസ് എന്ത് ചെയ്യുന്ന ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. അങ്ങനെ ഇന്റേണൽ എക്സ്റ്റേണൽ എന്നുള്ള രീതിയിലാണ് പ്രൈസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ പ്രൈസിൻ്റെ ഫ്ലോ നമ്മളൊരു ഓർഡർ ഫ്ലോ റിലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് എന്താണ്, പ്രൈസ് എപ്പോഴും PDRAs കണക്ട് ചെയ്തായിരിക്കും പോകുന്നത്. അതായത് പ്രൈസ് എപ്പോഴും ഒരു PDR ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കും. 2 എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മിഡ് പോയിന്റിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ട് ഇന്റേണൽ റേഞ്ച് ആയിട്ട് നമുക്ക് PDRAs കാണാം. എന്തെല്ലാം PDRAs ആയിരിക്കും, അത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കും. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഷോ ഇംബാലൻസ് ക്രിയേറ്റ് ബൈ ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു. ആ ഡിസ്പ്ലേസ്മെന്റ് മൂവിൽ ക്രിയേറ്റ് ആവുന്ന ആ ഒരു 3 കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിലുള്ള നടുക്ക് നമുക്ക് ക്രിയേറ്റ് ആവുന്ന ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ലാസ്റ്റ് ബുള്ളിഷ് ഓർ ബെയറിഷ് കാൻഡിൽ ബിഫോർ ദ സ്ട്രോങ് മൂവ്. അതായത് നമ്മളുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് മൂവ് സംഭവിച്ചാൽ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത കാൻഡിൽ ഏതാണോ അതായിരിക്കണം നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവാലിഡേറ്റഡ് ഓർഡർ ബ്ലോക്ക് ദാറ്റ് ബിക്കം സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഇതെന്താണ്, സിംപ്ലി നമ്മളുടെ ഒരു ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഇൻവാലിഡ് ആവുമ്പോൾ നമ്മളുടെ റീറ്റെയിൽ മെന്റാലിറ്റിയിൽ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ബിക്കം സപ്പോർട്ട് എന്ന് പറയുന്നത് പോലെ ബുള്ളിഷ് ഓർ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ബിക്കംസ് ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക്. അതുപോലെ തന്നെ ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ബിക്കം ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കിതിനെ ബുള്ളിഷ് ആയിട്ടും ബെയറിഷ് പെർസ്പെക്റ്റീവിലും, അതായത് ബുള്ളിഷ് പെർസ്പെക്റ്റീവിലും ബെയറിഷ് പെർസ്പെക്റ്റീവിലും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് ബുള്ളിഷ് പെർസ്പെക്റ്റീവിൽ നമ്മളിവിടെ 3 PDRAs ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പ്രോപ്പറായിട്ട് ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബ്രേക്കർ ബ്ലോക്ക്, ഇത് കൂടാതെ റിജക്ഷൻ ബ്ലോക്ക് ഉണ്ട്, പെർപഷൻ ബ്ലോക്ക് ഉണ്ട്, മിറ്റിഗേഷൻ ബ്ലോക്ക് ഉണ്ട്, വാക്യൂം ബ്ലോക്ക് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ മോർ ഓഫ് ദ ടൈം കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 3 PDRAസിനെയാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ ഓർഡർ ബ്ലോക്ക്, സെക്കൻഡ് വൺ ഇംബാലൻസ് ആൻഡ് തേർഡ് വൺ ബ്രേക്കർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ ഡിസ്പ്ലേസ്മെന്റിൽ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്യുന്നു, ഒരു ലിക്വിഡിറ്റി പ്രൈസ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യുന്നു.
ഓക്കെ, പ്രൈസ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ലിക്വിഡിറ്റി പ്രൈസ് ഇവിടെ ടേക്ക് ഔട്ട് ചെയ്യുന്നു. ടേക്ക് ഔട്ട് ചെയ്ത സമയത്ത് തന്നെ പ്രൈസ് എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്, ഒരു ഇമ്പൾസീവ് മൂവിൻ്റെ ഒരു സീക്വൻസ് പ്രൈസ് മുകളിലേക്ക് വരുന്നു വിത്ത് സ്ട്രക്ചർ ബ്രേക്കോട് കൂടി വരികയാണെങ്കിൽ നമുക്കിവിടെ ആക്ച്വലി ഒരു ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു ഓർഡർ ബ്ലോക്കിന് വേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്? ഒന്ന് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. ഓക്കെ, ഒന്ന് എന്ന് പറയുന്നത് ലിക്വിഡിറ്റി സ്വീപ്പാണ്. രണ്ട് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ലിക്വിഡിറ്റി സ്വീപ്പും ഡിസ്പ്ലേസ്മെൻറ്റും ആണ് ആക്ച്വലി എന്ത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ റഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം എന്താണ്, പ്രൈസിലൊരു ഇംബാലൻസ് കൂടി ക്രിയേറ്റ് ആവുകയാണെങ്കിൽ പ്രൈസ് എന്താണ്, ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഓർഡർ ബ്ലോക്ക് ആയിട്ടുള്ള ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിലോ അല്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ക്യാൻഡിൽ ഏതാണോ അതും നമുക്ക് എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇംബാലൻസ് ആണ്. ഇംബാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇംബാലൻസ് നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ മുകളിലായിട്ടുള്ള ഒരു ഇംബാലൻസ് വരുമല്ലോ, നമുക്ക് ആ ഇംബാലൻസ് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഹയർ ടൈം ഫ്രെയിം ഇംബാലൻസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇംബാലൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, ഇംബാലൻസ് എന്ന് പറയുന്നത് ഒരു 3 കാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷനിൽ വരുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ക്രിയേഷൻ ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു എക്സ്പാൻഷൻ ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു കൺഫോർമേഷൻ ക്യാൻഡിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും, അതിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെയും തേർഡ് ക്യാൻഡിലിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഇംബാലൻസ് എന്ന് പറയുന്നത്. ഇംബാലൻസ് എപ്പോഴും എന്താണ്, റീബാലൻസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ റീബാലൻസ് ചെയ്യുന്നത് പെട്ടെന്ന് ചെയ്യുമോ അല്ലെങ്കിൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ചെയ്യുമോ എന്നത് എന്താണ്, നമ്മളുടെ ലാസ്റ്റ് ക്യാൻഡിലിനനുസരിച്ചിരിക്കും. അതായത് നമ്മളുടെ കൺഫോർമേഷൻ ക്യാൻഡിൽ അനുസരിച്ചിരിക്കും. ഒരു കൺഫോർമേഷൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലോ ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിലോ ആണെങ്കിൽ നമ്മളുടെ FEG എന്ന് പറയുന്നത് ഹയർ പ്രോബബിലിറ്റി ആയിരിക്കും. ആ FEG ടേക്ക് ഔട്ട് ചെയ്തിട്ട് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾക്ക് എന്താണ്, ഒരു ക്രിയേഷൻ ക്യാൻഡിൽ, രണ്ടാമത്തെ ഒരു എക്സ്പാൻഷൻ ക്യാൻഡിൽ, കൺഫോർമേഷൻ ക്യാൻഡിൽ എന്താണ്, ഒരു കൺസോൾട്ടേഷൻ ക്യാൻഡിലാണ്. നമ്മളുടെ മിഡ് ക്യാൻഡിലിൻ്റെ ഹൈ പ്രൈസ് എന്താണ്, ബ്രേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതൊരു കൺസോൾട്ടേഷൻ ക്യാൻഡിൽ ഇൻ ദ ഫോം ഓഫ് ബെയറിഷ് ക്ലോസോട് കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കെന്താണ്, ഈ ഒരു FEG ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും. നെക്സ്റ്റ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമുക്ക് ക്രിയേഷൻ ക്യാൻഡിൽ, എക്സ്പാൻഷൻ ക്യാൻഡിൽ, കൺഫോർമേഷൻ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട്. ഇതിലെന്താണ്, ഇവിടെ നമുക്ക് എന്താണ്, ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും തമ്മിലുള്ള ഗ്യാപ്പിനെ നമ്മൾ ഇംബാലൻസ് എന്ന് വിളിക്കുന്നു. പക്ഷെ നമ്മളുടെ കൺഫോർമേഷൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രോങ് ബുള്ളിഷ് മൂവാണ് തന്നിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്, ഇതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. ഓക്കെ, ഒരു ബ്രേക്ക് അവേ ഗ്യാപ്പാണ്. ബിക്കോസ് ഓഫ് ഈ ഒരു FEG ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അറ്റ് എ ടൈം ഇല്ല. അതായത് നിങ്ങൾ ഇതിൻ്റെ ഒരു FEG സീക്രട്ട് തന്നെയാണിത്. അതായത് ഫസ്റ്റ് ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലാണ് ആക്ച്വലി ഒരു FEGയുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ക്യാൻഡിൽ. ഓക്കെ, അതായത് തേർഡ് ക്യാൻഡിലിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും ആ ഇംബാലൻസ് അറ്റ് എ ടൈം അല്ലെങ്കിൽ പെട്ടെന്ന് റീബാലൻസ് ചെയ്യുകയോ ചെയ്യില്ലേ എന്നത്. അതായത് തേർഡ് ക്യാൻഡിൽ ഒരു ഇൻഡിസിഷനോ അല്ലെങ്കിൽ കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ക്യാൻഡിലാണെങ്കിൽ FEG പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ക്യാൻഡിലോട് കൂടിയാണെങ്കിൽ എന്താണ്, അത് ആക്ച്വലി എന്താണ്, അത് ബ്രേക്ക് അവേ ഗ്യാപ്പായി മാറും. അതുപോലെ തന്നെ അത് ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കമ്പാരിറ്റീവ്ലി, അതായത് ഇതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെയധികം കുറവായിരിക്കും. അതൊക്കെ അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഇംബാലൻസിനെ ട്രേഡിങ്ങിനായിട്ട് കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ ഒരു എൻട്രി ക്രൈറ്റീരിയ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അതായത് എന്താണ്, നമുക്ക് ഹയർ ടൈം ഫ്രെയിം നമ്മളുടെ 1 അവറിലോ 4 അവറിലോ നമുക്ക് FEG ഐഡൻറ്റിഫൈ ചെയ്ത് ആ FEGയിലേക്ക് പ്രൈസ് വന്ന് അവിടെയുള്ള പ്രൈസ് ആക്ഷൻ്റെ ബേസിൽ നമുക്ക് എൻട്രി എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിയതിന് ശേഷമുള്ള FEG നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം നെയിംലി ഞാൻ 2 രീതിയിലാണ് FEG അല്ലെങ്കിൽ ഇംബാലൻസിൽ ട്രേഡ് ചെയ്യുന്നത്. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചതിൻ്റെ കൂടെയുള്ള FEG നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്താണ്, അതിനൊരു ഹയർ ടൈം ഫ്രെയിം POI ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് 4 അവറിലോ 1 അവറിലോ ഉള്ള ഒരു FEG നമ്മൾ വരച്ചു വെച്ച് ആ FEGയിലേക്ക് പ്രൈസ് വന്ന് അവിടെ നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്ന സമയത്ത്, അതായത് നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം FEGയിൽ നമുക്ക് ഇതുപോലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെയും നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ 2 രീതിയിലാണ് FEG എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഇൻവാലിഡ് ആവുന്ന സമയത്താണ് ആക്ച്വലി നമുക്കൊരു ബ്രേക്കർ ബ്ലോക്ക് വരുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ബെയറിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഓർഡർ ബ്ലോക്കിനെ പ്രൈസ് എന്ത് ചെയ്തു, ഫെയിൽ ചെയ്തു, അല്ലെങ്കിൽ പ്രൈസ് ഇതിനെ ഇൻവാലിഡേറ്റ് ചെയ്തു.
ഓക്കെ, ഇൻവാലിഡേറ്റ് ചെയ്തു, ഇതിനെ പ്രോപ്പറായിട്ട് പ്രൈസ് എന്ത് ചെയ്തു, ഇതിനെ ബ്രേക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ബെയറിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് ഫോം ആവും. പക്ഷേ ഈ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് ഫോം ആവണമെങ്കിൽ എന്താണ്, നമ്മളുടെ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ പ്രൈസ് സ്ട്രോങ് ഇമ്പൾസീവ് ഡിസ്പ്ലേസ്മെന്റ് രീതിയിൽ പ്രൈസ് ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഇവിടെ ഒരു FEG കൂടി ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഓർഡർ ബ്ലോക്കിന്റെ ഫെയിലും ഒരു FEG കൺഫോർമേഷൻ എന്നുള്ള കോൺഫ്ലുവൻസ് കിട്ടുമ്പോഴാണ് ആക്ച്വലി ആ ബ്രേക്കർ ബ്ലോക്ക് ആക്ച്വലി എന്താവുന്നത്, ഹൈ പ്രോബബിലിറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് ഫോം ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബെയറിഷ് പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ എന്താണ്, സെയിം കാര്യം തന്നെ. ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം, ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ്, അതുപോലെ ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ് വിത്ത് ഇംബാലൻസോട് കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കിതിന് എന്താണ്, ഒരു ഓർഡർ ബ്ലോക്ക്, അതായത് ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ബെയറിഷ് ഇംബാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, 3 കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ്. ഫസ്റ്റ് കാൻഡിൽ, സെക്കൻഡ് കാൻഡിൽ, തേർഡ് കാൻഡിൽ. അതിൽ തേർഡ് കാൻഡിലിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിരിക്കും FEG ഫില്ല് ചെയ്യോ ചെയ്യില്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു FEG ഫില്ല് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. കാരണം തേർഡ് കാൻഡിൽ എന്ന് പറയുന്നത് ഒരു കൺസോൾട്ടേഷൻ കാൻഡിലാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തേർഡ് കാൻഡിൽ എന്താണ്, എഗെയിൻ ഒരു സ്ട്രോങ് ബെയറിഷ് കാൻഡിലാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രൈസിന് താഴേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ടത് FEGs എപ്പോഴും എന്താണ്, ഇംബാലൻസുകൾ എപ്പോഴും റീബാലൻസ് ചെയ്യപ്പെടും. പക്ഷേ അതിൻ്റെ തേർഡ് കാൻഡിലിൻ്റെ ഫോർമാറ്റ് അനുസരിച്ചിരിക്കും അത് ഇപ്പം റീബാലൻസ് ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ട് റീബാലൻസ് ചെയ്യുമോ എന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഞാൻ പറഞ്ഞു, ഇംബാലൻസിനെ നമുക്ക് 2 രീതിയിൽ ട്രേഡിങ്ങിനായിട്ട് കൺസിഡർ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൽ വരുന്ന FEG കൺസിഡർ ചെയ്യാം. ഈ FEG നമുക്ക് കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിലെ FEG നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിം POI ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് പ്രൈസ് വന്ന് നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാതെ ഇംബാലൻസിനെ ഒരു എൻട്രി ക്രൈറ്റീരിയ ആയിട്ട് മാർക്ക് ചെയ്യരുത്. അതായത് നിങ്ങൾക്ക് വെറുതെ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു FEG ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് ആ FEGയിലേക്ക് വന്നെന്ന് വെച്ച് എൻട്രി എടുക്കുക, അങ്ങനത്തെ പരിപാടി ചെയ്യരുത്. 2 രീതിയിലാണ് ഇംബാലൻസ് ചെയ്യേണ്ടത്. ഒന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുന്ന FEGs കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിം FEG കൺസിഡർ ചെയ്ത് ആ FEGയിലേക്ക് ലോവർ ടൈം ഫ്രെയിമിലേക്ക് പ്രൈസ് ആക്ഷൻ വന്ന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ബ്രേക്കർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ബെയറിഷ് പെർസ്പെക്റ്റീവിൽ ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. ആ ബുള്ളിഷ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിനെ പ്രൈസ് ഇൻവാലിഡേറ്റ് ചെയ്ത് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഈ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്, ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബെയറിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാറി. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ പറഞ്ഞു വരുന്നത് എന്താണ്, നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളുടെ PDRAs മനസ്സിലാക്കുക എന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്താണ്, നമുക്ക് PDRA മാട്രിക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ മുകളിലായിട്ട് ഐ കാർഡ് വെക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്താണ് പ്രോപ്പറായിട്ട് PDRAs മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മളുടെ ഫൈനൽ മിസ്റ്റേക്ക് നമ്പർ 5 പറയുന്നതിന് മുന്നേ, നമ്മളുടെ ലാസ്റ്റ് മിസ്റ്റേക്ക് പറയുന്നതിന് മുന്നേ നമ്മളുടെ ഈ പറഞ്ഞ 4 മിസ്റ്റേക്കുകളെ കുറിച്ച് ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിസ് അണ്ടർസ്റ്റാൻഡിങ് ലിക്വിഡിറ്റി, രണ്ടാമത് പറയുന്നത് ഇഗ്നോറിങ് ഹയർ ടൈം ഫ്രെയിം ബയാസ് ആൻഡ് സ്ട്രക്ചർ, മൂന്നാമത്തത് ലാക്ക് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ട്രേഡിംഗ് വിത്തൗട്ട് ഡിസ്പ്ലേസ്മെന്റ് കൺഫർമേഷൻ, നാലാമത്തേത് എന്ന് പറയുന്നത് പുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് PDRAs, ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, പുവർ ട്രേഡ് മാനേജ്മെന്റ് ആൻഡ് കൺഫർമേഷൻ ആണ്. അതായത് നമ്മൾ അനലൈസ് ചെയ്തു, ലിക്വിഡിറ്റി മനസ്സിലാക്കി, നമ്മൾ ആ ലിക്വിഡിറ്റിയിലും നമ്മളെ എൻട്രി എടുത്തു, അതിനുശേഷം എന്താണ് നമ്മളുടെ ട്രേഡ് മാനേജ്മെന്റും കൺഫർമേഷൻസിനെയും കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, നോ കൺഫർമേഷൻ ദെർ ഈസ് നോ കൺട്രോൾ, ദെൻ ദെർ ഈസ് നോ കൺട്രോൾ, ദെൻ ദെർ ഈസ് നോ കൺസിസ്റ്റൻസി എന്നുള്ള കാര്യം മൈൻഡിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, entering trades without strong confirmation and failing to manage them with the proper structure lead to emotional decision, early exit or below stops even ഓൺ ഗുഡ് സെറ്റപ്പ്. നമ്മൾ എടുത്തിരിക്കുന്നത് ഗുഡ് സെറ്റപ്സ് ആയാൽ പോലും, ഇനിയിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പ്രോപ്പർ A+ സെറ്റപ്പ് ആണെങ്കിലും നമ്മളുടെ കൺഫർമേഷനും അതുപോലെ അതിനുശേഷമുള്ള ട്രേഡ് മാനേജ്മെൻറ്റും പ്രോപ്പർ അല്ലെങ്കിൽ അത് ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് എന്തായിരിക്കാം, നമ്മളുടെ ഇമോഷണൽ ഡിസിഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഒന്ന് ട്രേഡ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ഒന്ന് ട്രേഡ് കൺഫർമേഷനുമാണ്. ഓക്കെ, ട്രേഡ് കൺഫർമേഷൻ അതുപോലെ തന്നെ എന്താണ് ട്രേഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, ട്രേഡ് കൺഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഒരു സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുന്നേ ഒന്ന് കൺഫേം ചെയ്യുക, അതാണ് ട്രേഡ് കൺഫർമേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ്, എൻ്റർ ഓൺലി ആഫ്റ്റർ ലിക്വിഡിറ്റി സ്വീപ്പ്, അതുപോലെ സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ തന്നെ റിട്ടേൺ ടു PDRA, അലൈൻ വിത്ത് ഹയർ ടൈം ഫ്രെയിം ബയാസ് ആൻഡ് സെഷൻ ടൈമിങ്സ്.
ഓക്കെ. നെക്സ്റ്റ് ട്രേഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? SL സ്ട്രക്ചർ ഇൻവാലിഡേഷൻ, അതായത് സ്റ്റോപ്പ് ലോസ് നമ്മൾ എപ്പോഴും വെക്കേണ്ടത് എവിടെയായിരിക്കണം? നമ്മളുടെ സ്ട്രക്ചർ ഇൻവാലിഡ് ആയി പോകുന്നത് ഏത് ഏരിയയിലാണോ അവിടെ ആയിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അതുപോലെ നമ്മളുടെ പാർഷ്യൽസ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് എവിടെയായിരിക്കണം? എപ്പോഴും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസിലായിരിക്കണം. അതുപോലെ ഫൈനൽ TP എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കണം? നമ്മളുടെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലായിരിക്കും. അതുപോലെ തന്നെ ദർ ഈസ് നോ ഇമോഷണൽ എക്സിറ്റ് ഓർ സ്റ്റോപ്പ്. നമ്മൾ അതുപോലെ തന്നെ ഇമോഷണലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ട്രേഡിന് എക്സിറ്റ് ആവരുതെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ട്രേഡ് കൺഫോർമേഷൻ അല്ലെങ്കിൽ കൺഫോർമേഷൻ ഇൻ ട്രേഡ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് നമ്മൾ കൺഫോർമേഷൻ ചെയ്യും. അതാണ് നമ്മളുടെ ടോപ്പ് ഡൗൺ കൺഫോർമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലേക്ക്, അതായത് ക്യാൻഡിൽ ക്ലോസ് നോക്കിയിട്ട് നമ്മൾ കൺഫോർമേഷൻ ചെയ്യും, റിഫൈൻഡ് എൻട്രി കൺഫോർമേഷൻ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ പോലെ കൺഫോർമേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു സംഭവം ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ കൺഫോർമേഷൻ എടുക്കുക. അതായത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു POI അല്ലെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു ഓർഡർ ബ്ലോക്കോ, ഹയർ ടൈം ഫ്രെയിം മീൻസ് നമ്മളുടെ ഒരു 1 അവറോ 4 അവറോ 1 ഡേയോ ഇതിലൊക്കെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തിയ സമയത്ത് എൻട്രി എടുക്കാതെ അവിടെ നിന്ന് പ്രൈസിൻ്റെ റിയാക്ഷൻസ് നോക്കിയിട്ട് എൻട്രി എടുക്കലാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം കൺഫോർമേഷൻ. അതിനെ നമ്മൾ ടോപ്പ് ഡൗൺ കൺഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്കാൽപ്പിംഗ് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ്? നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കൺഫോർമേഷനും നമ്മൾ നോക്കുന്നത് ലോവർ ടൈം ഫ്രെയിമിലാണ്. അത് നമ്മളൊരു ക്യാൻഡിൽ ക്ലോസ് കൺഫോർമേഷനോട് കൂടിയാണ് നോക്കുന്നതെങ്കിൽ അതിനെ റിഫൈൻഡ് എൻട്രി കൺഫോർമേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് രണ്ടും എങ്ങനെയാണെന്ന് നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 അവർ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു POI ഐഡൻറ്റിഫൈ ചെയ്തു. ഇതെന്താവാം? ഒരു FEG ആവാം, അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആവാം, നമ്മൾ PDRAയിൽ പഠിച്ച പോലെ നമ്മളുടെ ബ്രേക്കർ ബ്ലോക്ക് ആവാം. ഇതിലേതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു PDRA ആയിരിക്കാം. പക്ഷേ എന്താണ്? ഒരു ഹയർ ടൈം ഫ്രെയിമിലാണ്. ഓക്കെ. അപ്പം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പ്രൈസ് വന്ന് അവിടെ നിന്ന് പ്രൈസ് റിട്ടേൺ ചെയ്യുമ്പോൾ, ഓക്കെ, ഈ ഒരു ഏരിയ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്? നമുക്ക് നമ്മളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് പാറ്റേൺ വന്നിരിക്കണം. അല്ലെങ്കിൽ എന്താണ്? പ്രൈസ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് പ്രൈസ് താഴേക്ക് ഡിസ്പ്ലേസ് ചെയ്ത് സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നാൽ നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പോ കിട്ടിയാൽ അവിടെ നിന്ന് എൻട്രി എടുക്കുന്ന ഈ ഒരു മെത്തേഡാണ് നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം കൺഫോർമേഷൻ. അതിനെ നമ്മൾ ടോപ്പ് ഡൗൺ കൺഫോർമേഷൻ എന്ന് വിളിക്കും. അതായത് നമ്മളൊരു 4 അവറിൽ ഒരു ഓർഡർ ബ്ലോക്കോ അല്ലെങ്കിൽ 4 അവറിൽ നമ്മളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പോ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു FEGയിലേക്ക് പ്രൈസ് വന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 4 അവർ എന്നുള്ള ടൈം ഫ്രെയിമിനെ നമ്മൾ ടൈം ഫ്രെയിം അലൈൻ ചെയ്തുകൊണ്ട് നമ്മൾ 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു OBO അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു PDRA ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നിന്നായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇതാണ് നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം ലോവർ ടൈം ഫ്രെയിം കൺഫോർമേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ടോപ്പ് ഡൗൺ കൺഫോർമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ലോവർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ റിഫൈൻഡ് കൺഫോർമേഷൻ ആണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മളിവിടെ 5 മിനിറ്റിൽ നമ്മൾ ഇതുപോലെ ഒരു പാറ്റേൺ കിട്ടി. ഓക്കെ. നമുക്ക് എന്താണ്? 5 മിനിറ്റിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് പാറ്റേൺ കിട്ടി. ദാറ്റ് മീൻസ് എന്താണ്? പ്രൈസ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് തന്നു. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു? ഒരു സ്ട്രോങ് സ്ട്രക്ചർ ബ്രേക്ക് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് അതുപോലെ ഫെയർ വാല്യൂ ഗ്യാപ്പോട് കൂടി കിട്ടി. നമ്മൾ ഇതിനെന്താണ്? ഒരു 5 മിനിറ്റിലെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്തു. ഈ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം അത് മിറ്റിഗേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എൻട്രി എടുക്കാതെ അവിടെ നമുക്ക് എന്ത് ചെയ്തു? നോക്കൂ, ഇവിടേക്ക് നമ്മൾ ആ 5 മിനിറ്റിൽ തന്നെ എന്താണ്? ഒരു ക്യാൻഡിൽ ക്ലോസ്. ഓക്കെ. ഇവിടെ ക്യാൻഡിൽ ക്ലോസ് വന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ക്യാൻഡിൽ ക്ലോസിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അതാണ് നമ്മളുടെ ലോവർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു POI ഐഡൻറ്റിഫൈ ചെയ്ത് ആ POI നമ്മൾ എൻട്രിക്കായിട്ട് കൺസിഡർ ചെയ്തത് ലോവർ ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ ഷിഫ്റ്റിൻ്റെ ബേസിലാണ്. അതുപോലെ ലോവർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളിവിടെ നോക്കുന്നത് ക്യാൻഡിൽ ക്ലോസ് ആണ്. ഓക്കെ. അങ്ങനെ നമ്മളുടെ മിസ്റ്റേക്ക് നമ്പർ 5 നമ്മൾ ട്രേഡ് കൺഫോർമേഷൻ പറഞ്ഞതുപോലെ ഇനി നമ്മൾ പറയാനുള്ളത് ട്രേഡ് മാനേജ്മെൻ്റ് ആണ്. ട്രേഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കീ ടു കൺസിസ്റ്റൻസി ആണ്. ഓക്കെ. ട്രേഡ് മാനേജ്മെൻറ്റ് ഈസ് ഹൗ യു പ്രൊട്ടക്ട് ക്യാപിറ്റൽ ആൻഡ് സെക്യൂർ പ്രോഫിറ്റ് ആഫ്റ്റർ എൻട്രി. അതായത് നമ്മൾ പ്രോപ്പറായി ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്തു, നമ്മൾ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തു, അതിലേത് PDRA ആണ് നമ്മൾ എൻട്രി എടുത്തു. ആ എൻട്രിയിലേക്ക് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ്? സ്റ്റോപ്പ് ലോസ് ഇൻവാലിഡേഷൻ. അതായത് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം.
ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇൻവാലിഡേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സെറ്റ് എസ് എൽ വേർ സെറ്റപ്പ് ഈസ് പ്രൂവൺ റോങ് നോട്ട് അറ്റ് റാൻഡം, അതായത് റാൻഡം ആയിട്ട് വെക്കാതെ നമ്മൾ പ്രോപ്പറായിട്ട് എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ക്യാൻഡിൽ ഏതാണോ അതിന് താഴെ ആയിരിക്കണം ആക്ച്വലി എന്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അതായത് എന്താണ്, പ്രൈസ് ഈ ഒരു രീതിയിൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഓക്കെ പോകുന്നു, നമുക്കെന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് നമുക്കൊരു സ്ട്രക്ചർ ബ്രേക്ക് തന്ന് നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് പ്രൈസ് ഒരു കൺഫർമേഷൻ കിട്ടുന്ന സമയത്ത് നമ്മളിവിടെ എൻട്രി എടുക്കും. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കണം, ഈ സ്വിംഗ് ലോയുടെ താഴെയായിരിക്കണം. ഈ സ്വിംഗ് ലോയുടെ താഴെയായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. കാരണം എന്താണ്, ഇതടിച്ചു കഴിഞ്ഞാൽ പ്രൈസിൻ്റെ സ്ട്രക്ചർ മാറിപ്പോകണം. ഓക്കെ, സ്ട്രക്ചർ മാറിപ്പോകണം. അതാണ് ഇവിടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. എന്താണ്, ഇത് സ്ട്രക്ചർ ഇൻവാലിഡേഷൻ ആവുന്ന ഏരിയയിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ക്യാൻഡിലായിരിക്കണം, ക്യാൻഡിലിൻ്റെ താഴെയോ മുകളിലോ ആയിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ്, പാർഷ്യൽ പ്രോഫിറ്റ്, ഫൈനൽ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റ്സ് എപ്പോഴും നമ്മുടെ ടാർഗറ്റ് എപ്പോഴും എന്തായിരിക്കണം, നെക്സ്റ്റ് പ്രൈസ് പോകാനുള്ള ലിക്വിഡിറ്റി, അതായത് ഡ്രോ ഓൺ ലിക്വിഡിറ്റിയിലായിരിക്കണം നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പാർഷ്യൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ടേക്ക് പാർഷ്യൽ അറ്റ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ലെവൽസ്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇതുപോലെ നമുക്കൊരു സെറ്റപ്പ് കിട്ടി, അതായത് ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ഷിഫ്റ്റ്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് കിട്ടി, 2 എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി കിട്ടി. അതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലാണ് നമ്മളിവിടെ എൻട്രി എടുക്കുന്നതെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ ഇവിടെയായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, നമ്മളുടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കണം, നമ്മളുടെ ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലായിരിക്കും നമ്മളുടെ ഫൈനൽ ടാർഗറ്റ്. അതാണ് ഇവിടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത്, എയിമിംഗ് ഫോർ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി വേർ സ്മാർട്ട് മണി ഡെലിവേഴ്സ് പ്രൈസ്. ഓക്കെ, അത് നെക്സ്റ്റ് എന്താണ്, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പാർഷ്യൽ പ്രോഫിറ്റ്സ്, അതായത് ഇവിടെ നിന്ന് എൻട്രി എടുത്ത് നമ്മളിവിടെ എസ് എൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാർഷ്യൽ പ്രോഫിറ്റ്സ് നമുക്ക് ഇവിടെ എന്തെല്ലാം നമ്മളുടെ ലിക്വിഡിറ്റി കാണുന്നുണ്ട്, എഫ് ഇ ജി ഉണ്ട്, അവിടെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പാർഷ്യൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫൈനൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോ ഇമോഷൻസ്. ഓക്കെ, ഡോണ്ട് മൂവ് സ്റ്റോപ്പ് ലോസ് ഓർ ടാർഗറ്റ് ബേസ്ഡ് ഓൺ ദ ഫിയർ ഓഫ് ഗ്രീഡ് ഓർ ഗ്രീഡ്. എന്താണ്, നമ്മൾ ഫിയറിൻ്റെ ബേസിലോ ഗ്രീഡിൻ്റെ ബേസിലോ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വെച്ചിട്ടുള്ള റിസ്ക് റിവാർഡിനോട് നമ്മൾ മാച്ച് ആയിട്ട് വെച്ചിട്ടുള്ള നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും മാറ്റാൻ വേണ്ടി നിൽക്കരുത്. ഓക്കെ, ആക്കരുത്. സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് മാറ്റാം, അല്ലാതെ ഇമോഷണലി ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ഇമോഷണലി ആയിട്ട് നമ്മൾ ചെയ്താൽ എന്താണ്, ഈവൻ പെർഫെക്റ്റ് സെറ്റപ്പ് ഫോൾ വിത്തൗട്ട് പ്രോപ്പർ എക്സിറ്റ് കൺട്രോൾ. അതായത് നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ പോലും അത് ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. അങ്ങനെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിവിടെ റിലേറ്റീവ് ചാർട്ട് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളൊരു സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി, നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം ആയിട്ട് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമ്മളുടെ എൻട്രി എങ്ങനെയായിരിക്കണം, നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കൂ, ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്ത് അവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വന്നു. ഓക്കെ, ആ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നതിൽ നമ്മളെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ക്യാൻഡിൽ ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവിടെ നിന്നായിരിക്കും നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഇൻവാലിഡേറ്റ് ആവുന്നതിൻ്റെ താഴെയായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ടാർഗറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ലിക്വിഡിറ്റീസ് ഉണ്ട് അതെല്ലാം ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കും, അവിടെയായിരിക്കണം പാർഷ്യൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിമിലേക്കുള്ള കൺഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം പി ഐയിൽ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല, നമ്മളുടെ ഹയർ ടൈം ഫ്രെയിം പി ഒ ഐയിലുള്ള മിറ്റിഗേഷനും അതിനുശേഷമുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് മൂവുമാണ് ആക്ച്വലി നമ്മളുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് എന്താണ്, നമ്മുടെ ലോവർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിമിൽ എന്താണ്, നമ്മൾ 5 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് എന്താണ്, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻഡിലെ നമ്മുടെ ലാസ്റ്റ് ബെയറിഷ് ക്യാൻഡിലെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം പ്രൈസ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. അതിനുശേഷം പ്രൈസ് താഴേക്ക് വരുന്ന സമയത്ത് എന്താണ്, നമുക്ക് ദർ ഈസ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി നമുക്ക് കിട്ടും. നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്ട്രീം ആയിട്ടുള്ള ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഓർഡർ ബ്ലോക്ക് മിറ്റിഗേറ്റ് ചെയ്തു, അതിനുശേഷമുള്ള ആ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് താഴെ. അതുപോലെ തന്നെ നമ്മളുടെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അതിൻ്റെ ഉള്ളിലുള്ള ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലായിരിക്കണം നമ്മളുടെ പാർഷ്യൽസ് ചെയ്യേണ്ടത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. അങ്ങനെ നമ്മൾ ഇതുവരെ ഐ സി ടിയിൽ ചെയ്യുന്ന 5 മേജർ മിസ്റ്റേക്കുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി
കുറച്ച് ആളുകൾ എന്നോട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് ഞാൻ ഇനി ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, കേട്ടിരിക്കുന്നവർ ഇരിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ടെലഗ്രാം ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുമോ എന്ന് ചോദിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യേണ്ടത്? അപ്പോൾ ചോദിച്ചതാണ്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞതാണ്, നമ്മളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. എനിക്ക് വരുന്ന ഡൗട്ട്സ് ഒന്നെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലോ, അല്ലെങ്കിൽ കുറച്ചുകൂടി ലെങ്ത് ഉള്ള കമൻ്റ് ആണെങ്കിൽ ഞാൻ മെയിൽ കൊടുക്കും, അവിടെ വന്നിട്ട് ക്ലിയർ ചെയ്തോളാൻ പറയും. ഓക്കെ, പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞത് സാറ് എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ചോദിക്കുക, എന്തിനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്നെ സ്വന്തമായിട്ട് ഇവിടെ അനലൈസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്, ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്, ഇവിടെ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്ത് ലെവൽസ് മാർക്ക് ചെയ്ത് എല്ലാം ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ ചെയ്തിട്ട് സ്വന്തമായിട്ട് എൻട്രി കൂടി എടുക്കാതെ മറ്റൊരാൾ എടുക്കുന്ന സാധനം കോപ്പി ചെയ്ത് എടുക്കാനുള്ള ഒരു പ്രവണത വളരെയധികം മോശമാണ്. ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എനിക്ക് ഒരു കഥ പറയാനുണ്ട്. ഒരുത്തൻ എനിക്ക് മെസ്സേജ് ചെയ്തതാണ്. ഓക്കെ, പക്ഷേ അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തായാലും മോനെ, ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് അതൊരു പാഠമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ. ഒരുത്തൻ, അവന് നല്ലൊരു പേരാണ് അവന് പക്ഷേ യൂട്യൂബിൽ വേറെന്തോ മെയിലെന്തോ പേരാണ്, ഡ്രാക്കുളയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ആണ്. അപ്പോൾ ആള് ടെലഗ്രാം ഗ്രൂപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ, ടെലഗ്രാം അല്ല, യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനെന്ത് ചെയ്തു, അത് കണ്ടിട്ട് ഞാൻ ഇവന് മെയിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യമായി എൻ്റെ നമ്പറാണ് ചോദിച്ചത്, പക്ഷേ നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല. കാരണം ഞാൻ മെയിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, നിൻ്റെ എന്താ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ മെയിൽ ചെയ്തോ. അപ്പോൾ അവൻ എന്ത് ചെയ്ത്, കുറച്ച് സമയത്തിനുള്ളിൽ അവൻ മെയിൽ ചെയ്തു. അപ്പോൾ അവൻ മെയിൽ ചെയ്തതിൽ, അവൻ്റെ ആ മെയിൽ ചെയ്തതിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഞാൻ വായിച്ചു നോക്കിയ സമയത്ത് എനിക്കിത് കുറച്ചും കൂടി ഇവൻ്റെ വിഷമങ്ങളും എല്ലാം കൂടി ചേർത്ത് എഴുതിയതായിട്ട് എനിക്ക് അവൻ്റെ ആ ഒരു ടൈപ്പിംഗ് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പം ഞാൻ അതിലുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത്, ഇവന് 25 വയസ്സായിട്ടുള്ളൊരു ചെക്കനാണ്. ഓക്കെ, ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവന് ട്രേഡിങ് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഇവന് അത് പുറത്ത് പോയി പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. ഇവനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്തി, ഇവിടെ പ്രമുഖമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൻ്റെ എന്തോ ഒരു കോർ ടീമോ ഓൺട്രപ്രണർ ടീമോ എന്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൽ, അതായത് അത് ഇവൻ പോയി അഡ്മിഷൻ എടുത്തു. അതായത് നല്ല ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പോൾ ഈ ഹ്യൂജ് എമൗണ്ടിലുള്ള പൈസ അവന് തന്നത് അവൻ്റെ ഉമ്മയാണ്. അവൻ്റെ ഉമ്മേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റാണ് അവൻ അഡ്മിഷൻ ഫീ കൊടുത്തത്. അതായത് ഉമ്മയുടെ 2-3 വള ഉമ്മ ഊരി കൊടുത്ത്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് കൊടുത്ത്. ഇവൻ അതെന്ത് അപ്പം തന്നെ വിറ്റ് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വേണ്ടി പോയി. നന്നായിട്ട് ഇരുന്ന് പഠിച്ച് 2 മാസം കൊണ്ട് ഇവൻ എക്സ്പേർട്ടായി കൊടുത്തതെന്നാണ് ഇവൻ പറഞ്ഞത്. ഓക്കെ, 2 മാസം കൊണ്ട് എക്സ്പേർട്ടാക്കി കൊടുത്തതെന്നാണ് ഇവൻ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ഇവൻ കാര്യങ്ങളെല്ലാം പഠിച്ച് ഇനി ഇവൻ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ വേണം. അതിനായിട്ട് ഇവൻ 3 മാസം എല്ലാ പണികളും ചെയ്ത്. ഇവൻ എന്നോട് പറഞ്ഞു, ഇവൻ കിണറിൻ്റെ പണിക്ക് പോയിട്ടുണ്ട്, ടൈൽസിൻ്റെ പണിക്ക് പോയിട്ടുണ്ട്, വയറിങ് പണിക്ക് പോയിട്ടുണ്ട്, ഹോട്ടലിൽ പ്ലേറ്റ് കഴുകാൻ പോയിട്ടുണ്ട്, എല്ലാ പണി. കാരണം ഇവന് ക്യാപിറ്റൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവൻ്റെ പ്യുവർ ഗോൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 3 മാസം കൊണ്ട് 65,000 അങ്ങനെ എന്തോ ഒരു 65,000 രൂപയുടെ അടുത്ത് ഇവൻ ക്രിയേറ്റ് ചെയ്ത് 3 മാസം കൊണ്ട്. ഇവൻ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോകുന്നില്ല, അന്നും പണിക്ക് പോവും, പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കുന്നില്ല, അതും സേവ് ചെയ്യും. അങ്ങനെ ഇവനൊരു ട്രേഡിംഗ് ക്യാപിറ്റൽ ഉണ്ടാക്കി 65,000 രൂപ. ഈ 65,000 രൂപയും കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന്, കാരണം അവർ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ആയിട്ടുള്ള സപ്പോർട്ടുകളുണ്ട്. അതായത് അവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യാം, ഇവിടെ ഇരുന്ന് ട്രേഡ് ചെയ്യാം. അങ്ങനെ ഒരു മാസത്തോളം ഇരുന്ന് അവൻ അത്യാവശ്യം പ്രോഫിറ്റും അതും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു കണ്ണിങ് ആയിട്ട് ഒരു പ്രോഫിറ്റിലേക്ക് എത്തുന്നില്ല. പ്രോഫിറ്റ് ലോസ് അതങ്ങനെ തന്നെയാണ്. ഒരു ബ്രേക്ക് ഇവനിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇവനെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരങ്ങ് തട്ടി. എന്നിട്ട് ഇവനോട് പറഞ്ഞത്, നമ്മളുടെ ഒരു VIP ഗ്രൂപ്പ് ഉണ്ട്, അതായത് നമ്മളുടെ ഇവിടെ കോഴ്സ് പഠിച്ചു പോയ ആളുകൾക്കുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ നിന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പറഞ്ഞു തരുന്ന കാര്യമൊക്കെ ആ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്, നീ അതനുസരിച്ച് ട്രേഡ് എടുത്തോന്ന്. ഓക്കെ, ഇവൻ എന്ത് ചെയ്തു, പിന്നെ ഇവൻ്റെ ട്രേഡിംഗ് എല്ലാം വീട്ടിൽ നിന്ന് ഇവൻ എന്ത് ചെയ്യും, രാവിലെ വരും, ഒരു 9-9:30 ആവുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ പ്രീ മാർക്കറ്റ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് വായിച്ച് അവർ തരുന്ന ടിപ്പിൻ്റെ ബേസിൽ ഇവൻ ട്രേഡ് എടുത്ത് ആ 3 മാസം കൊണ്ട് ഇവൻ ഉണ്ടാക്കി 60,000-65,000 രൂപ വിത്തിൻ ഒരു 2 മാസം കൊണ്ട് 3,000 രൂപയാക്കി ഇവൻ മാറ്റി. ഇവൻ പോലും അറിഞ്ഞിട്ടില്ല ഈ പൈസ പോയ കാര്യം. 3,000 രൂപ. എന്നിട്ട് അതിനുശേഷം ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, പക്ഷെ ഞാൻ ഇവന് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, നീ ദയവ് ചെയ്ത് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ഒഴിവായിട്ട് നിനക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നീ റിവൈസ് ചെയ്ത് സ്വന്തമായിട്ട് അനലൈസ് ചെയ്തിരുന്ന് കുറച്ച് മോട്ടിവേഷനൊക്കെ പറഞ്ഞു വിട്ട്. ഇവൻ താങ്ക് യു സാർ, ഹാപ്പി സാർ എന്നൊക്കെ പറഞ്ഞ് പോയി. അത് കഴിഞ്ഞ് കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷം ഇവൻ വീണ്ടും എൻ്റെ കമൻറ്റ് ബോക്സിലെത്തി, നിഫ്റ്റി പുട്ട് പറഞ്ഞിട്ട്. ഞാൻ വീണ്ടും ഇവൻ എന്ത് ചെയ്ത്, ഇവന് മെയിൽ കൊടുത്ത്. അപ്പോൾ ഇവൻ അയച്ചത് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്, നിഫ്റ്റി പുട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഈ പുട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ പുട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് നീ എടുത്തതെന്ന്. അപ്പം
ഒരു ഉളുപ്പ് പോലും ഇല്ലാതെ ഇവൻ പറയുക ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ടിപ്പിൻ്റെ ബേസിൽ ഞാൻ എടുത്ത് ഇനി ഈ പുട്ട് എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് നമ്മൾ മോട്ടിവേഷൻ കയറ്റി രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വിട്ട ഒരുത്തൻ വീണ്ടും വന്നിക്കുകയാണ് ആ കിട്ടിയ ടെലഗ്രാം ഗ്രൂപ്പത്തെ ടിപ്പുമായിട്ട്. ഞാൻ പറഞ്ഞു എന്തായാലും പുട്ടല്ല എടുത്തത്, നീ നല്ല പപ്പടം കൂട്ടിയിട്ടേ അടിച്ചോ, അല്ലെങ്കിൽ നല്ലൊരു കടല കറിയും കൂട്ടി അടിച്ചോ, അല്ലാതെ ഇവനോട് എന്താ പറയുന്നത്. ഞാൻ പിന്നെ അവന് റെസ്പോൺസേ കൊടുത്തിട്ടില്ല, അവനെ ഞാൻ ഒഴിവാക്കി. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാർഡ് ഏൺ മണി, നമ്മളെങ്ങനെയൊക്കെയോ ഹാർഡ് ഏൺ ചെയ്ത മണി മറ്റൊരാളുടെ കോളിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതിനേക്കാൾ വൃത്തികെട്ട ഒരു പരിപാടി വേറെ ഇല്ല. ഓക്കെ, നമ്മളുടെ ഇപ്പം ഇവൻ 3 മാസം ഇരുന്ന് ഉണ്ടാക്കിയ കാശ് അവൻ എന്തായാലും അവിടെ പഠിച്ചതല്ലേ, അവൻ 2 മാസം കൊണ്ട് എക്സ്പേർട്ട് ആയതല്ലേ, അവൻ എന്താ ചെയ്യാൻ പറ്റാത്തത്? അത് ആലോചിച്ച് നോക്കുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് സ്വന്തമായിട്ടിരുന്ന് പഠിച്ച് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കിട്ടുന്ന ലോസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ടിപ്പ് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ എത്രയോ വിലമതിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല, പിന്നീടേ മനസ്സിലാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലത്തെ സ്കാം ആയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പ് ഒരു തുള്ളി എഫേർട്ട് ഇട്ടാൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്നേ ഉള്ളത്. പക്ഷേ എഫേർട്ട് ഇടാൻ ആർക്കും പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ടെലഗ്രാം ഗ്രൂപ്പ് ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, ട്രേഡേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത ഇമാതിരി നോൺസെൻസ് ആയിട്ട് ഒരാളും ഇനി ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് വരരുത്. ഓക്കെ, നമ്മളൊന്നും ഇവിടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പെയ്ഡ് കോഴ്സാണ്. ഞാൻ ഒരു പെയ്ഡ് കോഴ്സ്, എൻ്റെ പൊന്നേട്ടാ, ഞാൻ ഒരു പെയ്ഡ് കോഴ്സോ നൽകുന്നില്ല. ഇവിടെ നമ്മൾ വാല്യുബിൾ ആയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ കണ്ടൻസ് കൊടുക്കുന്നുണ്ട്. പഠിക്കുന്നവർ പഠിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് കോഴ്സ് പഠിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹമെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് ഒരു നല്ല മെൻറ്റർ, ഒരു നല്ല ടീച്ചർ എങ്ങനെയാവണം? ഒരുപാട് നേരം കാര്യങ്ങൾ പറഞ്ഞു തരിക, ഒരുപാട് ഡൗട്ട് ക്ലിയർ ചെയ്യുക, അങ്ങനെയാണോ? അതൊരു നല്ല ടീച്ചറാണ്. പക്ഷെ ഒരു നല്ല ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ആളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കണം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ആ പഠിക്കുന്നവൻ്റെ തലയിൽ കയറ്റി കൊടുക്കാൻ പറ്റുന്നത് ഏത് ടീച്ചറാണോ, ഹീസ് എ ഗുഡ് ടീച്ചർ ഇൻ മൈ ഓൺ പോയിന്റ് ഓഫ് വ്യൂ. എൻ്റെ പേഴ്സണൽ വ്യൂവിൽ ഞാൻ പറയുന്നു, പഠിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഏത് ടീച്ചർക്കാണ് ആ ഒരു കുട്ടിയുടെ തലയിൽ കയറ്റാൻ വേണ്ടി പറ്റുന്നത്, ഹീസ് എ ഗുഡ് ടീച്ചർ. കാരണം എന്താ, എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും, എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ പഠിക്കുന്ന കാര്യം പഠിക്കണം എന്നുള്ളത് പഠിക്കുന്നവൻ്റെ തലയിൽ കയറ്റി കൊടുക്കാൻ ചിലർക്കേ കഴിയൂ. ഹീസ് എ ഗുഡ് ടീച്ചർ. കാരണം എന്താ, ബാക്കി അവൻ നോക്കിക്കോളൂ. ഓക്കെ, അപ്പം നല്ലൊരു മെൻറ്റർ തിരഞ്ഞെടുക്കുക, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പക്ഷേ എന്താ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് എന്തൊരു ICT എന്ത് പഠിച്ചാലും ICT ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങളെ പഠിപ്പിച്ച ടോപ്പിക്ക് നിങ്ങൾ ഈ ഒരു ചാനലിൽ വന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ ചാനലിൽ സെയിം സാധനം ഉണ്ടാവും. ദാറ്റ് ഈസ് മൈ കോൺഫിഡൻറ്റ്. ഓക്കെ, അപ്പം കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. കുറച്ച് എഫേർട്ട് നമുക്ക് ഇട്ടാൽ നമുക്ക് തന്നെ പഠിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ ഇത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക. ദയവ് ചെയ്ത് ടെലഗ്രാം ഗ്രൂപ്പ്, പെയ്ഡ് കോഴ്സ് എന്ന് പറഞ്ഞ് വരരുത്. ഒരു കോപ്പും മണ്ണും ഇവിടെ ഇല്ല. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കും അറിയില്ല, നിങ്ങൾ ആരാണെന്ന് എനിക്കും അറിയില്ല. അത് അങ്ങനെ തന്നെ പോട്ടെ. ഈ ചാനലിൽ വരികയാണെങ്കിൽ പഠിക്കുക, പോവുക, ദാറ്റ് ഈസ് അത്രയും നമ്മളുടെ റിലേഷൻഷിപ്പ് ഉള്ളൂ. പഠിക്കുക, വരിക, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനത്തെ ചില്ലറ കാര്യങ്ങൾ ചെയ്യുക, പോവുക. കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. അറ്റ് ലാസ്റ്റ് നമുക്കൊന്നേ പറയാനുള്ളൂ, താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ. ഓൾവേസ് താങ്ക് യു.